Hello dear students, welcome back to Franklin's Lectures. ഇപ്പോൾ നമ്മൾ മൈക്രോ പ്രോസസ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ പാർട്ട് ക്ലാസ് ആണിത്. സോ നമ്മളുടെ സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് EET303 ആണ് കേട്ടോ, EET303. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ, സബ്ജക്റ്റ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്, അതേപോലെ തന്നെ KTUവിൻ്റെ സിലബസ് 4 മൊഡ്യൂളുള്ളതിൽ ഇപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 അങ്ങനെ ഓർഡറിൽ തന്നെയാണ് നമ്മൾ പോവുക. അപ്പോൾ അതിൽ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ സിലബസ് എന്താണെന്നുള്ളത് ചെറുതായിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകളെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ, അങ്ങനെ അതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം തുടങ്ങി അങ്ങനെ പതിയെ നമുക്ക് തുടങ്ങാം. അപ്പം ഗ്രാജുവലി ആദ്യത്തെ കുറച്ച് സമയം എന്താണ് ഈ സബ്ജക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും. എന്തായാലും സബ്ജക്റ്റിനെ പറ്റിയൊരു ഐഡിയ, എന്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ്. യെസ്, അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. അപ്പോൾ സിലബസ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിന് ഒരു പ്രിഫേസ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന വാക്കുകളൊക്കെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് സിലബസ് ഇപ്പം നമ്മൾ ബ്രീഫ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ഓഫ് 8085 മൈക്രോ പ്രോസസ്സർ, അതാണ് ആദ്യത്തെ ടോപ്പിക്, ഇൻറ്റേർണൽ ആർക്കിടെക്ചർ. അപ്പോൾ അതൊരു വലിയൊരു എസ്സേ തന്നെയാണ്. നിങ്ങൾക്കുള്ളതിൽ വെച്ച് ഏറ്റവും ബിഗ്ഗസ്റ്റ് മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ഇൻറ്റേർണൽ ആർക്കിടെക്ചർ വരാം. പിന്നെ ഈ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പല പല ചെറിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്താണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഓരോ ചെറിയ കാര്യങ്ങളും ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, പാർട്ട് എ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എയിൽ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് ആദ്യത്തെ ഒരു 33%. ഓക്കെ, മേ ബി ആദ്യത്തെ ഒരു 3 മണിക്കൂർ മുഴുവനായിട്ട് നമ്മൾ ഈ ഇൻറ്റേർണൽ ആർക്കിടെക്ചറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 8085 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ്, അതേപോലെ തന്നെ അഡ്രസ്സിങ് മോഡാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ്, അഡ്രസ്സിങ് മോഡ്, എഗെയിൻ ഇത് രണ്ടും വേറെ 2 എസ്സേസ് ആണ്. ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8085 ഒരു എസ്സേ ചോദിക്കാം. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ അഡ്രസ്സിങ് മോഡ് ഓഫ് 8085, അത് അടുത്ത ഒരു എസ്സേ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ നമുക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് പഠിക്കാനുണ്ട്. മൊത്തം എനിക്ക് തോന്നുന്നു ഒരു 35 എണ്ണമൊക്കെ എന്താ പറയുക പഠിച്ചു വരുമ്പോഴേക്കും അത്രയൊക്കെ എത്തും. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അത് എഴുതുന്നതും കുറച്ച് ബുദ്ധിപൂർവ്വം എഴുതണം. കാരണം നമ്മളൊരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 35 ഇൻസ്ട്രക്ഷൻ സെറ്റും എഴുതാനുള്ള സമയം നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെയാണ് അഡ്രസ്സിങ് മോഡും. ദെൻ അതാണ് അടുത്ത 33%. ഇനി അവസാനത്തെ 33% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെഷീൻ സൈക്കിൾസും അതേപോലെ തന്നെ ടൈമിംഗ് ഡയഗ്രവും പഠിക്കുന്നതാണ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ ഒരു മെഷീൻ സൈക്കിളും അതേപോലെ തന്നെ ടി സ്റ്റേറ്റും ഫെച്ച് എക്സിക്യൂട്ട് സൈക്കിൾസ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ഓരോ ഇൻസ്ട്രക്ഷൻ്റെ ടൈമിംഗ് ഡയഗ്രവും ചോദിക്കാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നെനിക്കറിയാം, എന്നാലും ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പം ബേസിക്കലി നമുക്ക് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 3 പാർട്ടായിട്ട് തിരിക്കാം, 3 മെയിൻ ഭാഗങ്ങളായി തിരിക്കാം. എല്ലാം എസ്സേസ് തന്നെയാണ് സിലബസ് തന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതെല്ലാം ഡിസ്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എസ്സേ അല്ലാത്ത പാർട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലൊരു എസ്സേ മാത്രം പഠിച്ച് പോയാൽ ജയിക്കും എന്നുള്ള ധാരണ ശരിയല്ല. ഇപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ 3 പാർട്ടുണ്ട്, അതിലേതെങ്കിലും 2 പാർട്ട് പഠിച്ചേക്കാം. 2 പാർട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള ആൻസേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു പക്ഷേ നമ്മൾ ആദ്യത്തെ 2 പാർട്ട് പഠിച്ചു പോകും, 3ാമത്തെ പാർട്ടിൽ നിന്നായിരിക്കും മെജോറിറ്റി ചോദിക്കുക. ഇത് പാർട്ട് എയും കൂടി കൂട്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. യെസ്, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ പിന്തുടർച്ചയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. ഈ ഒരു സബ്ജക്റ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റായി മനസ്സിലാവണമെങ്കിൽ 2 സബ്ജക്റ്റുകൾ നമുക്ക് ആവറേജ് ഒരു ധാരണ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അതിലൊന്ന് ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്. ഡിജിറ്റൽ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ശരിക്കും 8085 മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ ഒക്കെ ഏറ്റവും
എന്താ പറയുക, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. എളുപ്പമാണ് പഠിക്കാൻ, ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ തന്നെ കുറച്ച് നമുക്ക് ഒരു അനലോഗ് സർക്യൂട്ടിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ബേസിക്കലി ഇപ്പോൾ കറണ്ട്, വോൾട്ടേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ധാരണ വേണം. മെജോറിറ്റി ഒരു 70% ഡിജിറ്റലും അതേപോലെ തന്നെ 30% സർക്യൂട്ടുമാണ്. അതിൻ്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് സിലബസ്. അപ്പം സിലബസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത്. പക്ഷേ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ പറയുന്നതിന് മുമ്പ് ബേസിക്കലി എന്താണ് ഈ മൈക്രോ പ്രോസസ്സർ എന്ന് നമുക്ക് മനസ്സിലാക്കണം, അല്ലേ? യെസ്. അപ്പോൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, മേ ബി ഒരു പക്ഷേ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, നിങ്ങളിത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നിങ്ങളിതിനെ പറ്റിയൊക്കെ കൂട്ടുകാർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്ലൂ ആണ് ഈ റൈറ്റ് സൈഡിൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, അതിനകത്ത് ഇൻറ്റൽ കോർ i7 എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്ന് വിളിക്കാറില്ല, പകരം നമ്മൾ പ്രോസസ്സർ എന്നാണ് വിളിക്കുക, അല്ലേ? പിന്നെ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ചിപ്പാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻറ്റൽ കോർ i7 മൈക്രോ പ്രോസസ്സർ. ഓക്കെ, യെസ്. അപ്പം ഇൻറ്റൽ എന്ന് പറയുന്നത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസാണ്. ഒരുപാട് കമ്പനീസ് മൈക്രോ പ്രോസസ്സർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. യെസ്. അപ്പോൾ എന്താണ് ഒരു മൈക്രോ പ്രോസസ്സർ? നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഫോണിൻ്റെ മദർ ബോർഡ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഫോണിൻ്റെ മദർ ബോർഡ് എടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി സെൽഫോണുമായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ബന്ധമുണ്ട്, അല്ലേ? കമ്പ്യൂട്ടറുമായിട്ടുള്ളതിനേക്കാളും കൂടുതൽ സെൽഫോണുമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്. കാരണം നമ്മളൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം നമ്മളിപ്പം നിങ്ങളാണെങ്കിലും ഞങ്ങളാണെങ്കിലും, അല്ലേ, ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് മൊബൈലിലാണ്. അപ്പോൾ അതിൽ വരുന്ന ഓരോ കാര്യങ്ങൾ, അതിനുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നതിനെ പറ്റിയുള്ള ഒരു ധാരണ നമുക്കെല്ലാവർക്കും ബേസിക്കലി നമുക്കറിയാം. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, എന്താണ് ഒരു മൈക്രോ പ്രോസസ്സർ? അപ്പോൾ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം, ഇപ്പം 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് റൂൾ ചെയ്യുന്നത്, അല്ലേ? ഒന്ന് ആപ്പിളിൻ്റെ iOS ആണ്, രണ്ടാമത്തത് ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് ആണ്. ഓക്കെ, 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് മാർക്കറ്റ് റൂൾ ചെയ്യുന്നത്. ഈ ഗൂഗിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുന്നത് മിക്കവാറും സ്നാപ്ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു സീരീസ്. സ്നാപ്ഡ്രാഗൺ അല്ലാതെയും മറ്റ് മൈക്രോ പ്രോസസ്സറുകളുണ്ട്. അപ്പം സ്നാപ്ഡ്രാഗൺ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്പ് സെറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മളത് കേട്ടിട്ടുണ്ട്. നിങ്ങളിത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്പ് സെറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ പറയും ഏതാണ്. സ്നാപ്ഡ്രാഗൺ 8 Elite ആണ്, അല്ലേ? ഈ 8 Eliteൻ്റെ സെക്കൻഡ് വേർഷൻ ഇപ്പം വരാൻ പോവുകയാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ ഇൻറ്റലിൻ്റെ കോർ i7, i3, i5 എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മദർ ബോർഡിലെ മൈക്രോ പ്രോസസ്സറാണ് ഈ സ്നാപ്ഡ്രാഗൺ 8 Elite അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2, 8 Gen 3 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പാക്കേജായിട്ട് കിട്ടുന്നത്. യെസ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു മദർ ബോർഡാണ്. അപ്പം മദർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. നമ്മൾ ഫോണിൻ്റെ ഡിസ്പ്ലേയും അതേപോലെ തന്നെ പിൻഭാഗവും നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു പച്ച കളർ സർക്യൂട്ട് ഉണ്ടാവും. ജസ്റ്റ് ലൈക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഉള്ളിലും ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് ഉണ്ട്, PCB ഉണ്ട്. ആ ഒരു PCB നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് IC ചിപ്പുകൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് IC ചിപ്പുകൾ കാണാൻ പറ്റും. അപ്പോൾ IC ചിപ്പ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും തിയറിയിൽ അത് പഠിക്കുകയോ, ഇതിനു മുമ്പ് സെക്കൻഡ് ഇയറിൽ ഏതെങ്കിലും ഒരു തിയറിയിൽ അത് പഠിക്കുകയോ അല്ലെങ്കിൽ ലാബിൽ അത് കൈകാര്യം ചെയ്യുകയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ IC ചിപ്പുകൾ നിങ്ങൾക്ക് വളരെ ഫെമിലിയറാണ്, അല്ലേ? യെസ്. അപ്പോൾ ഒരു സെൽഫോണിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മദർ ബോർഡിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൽ ഒരുപാട് IC ചിപ്പുകൾ കാണാം.
എന്തൊക്കെയാണ് ഈ IC ചിപ്പുകളുടെ ജോലി? ഓക്കെ, ഈ ഓരോ IC ചിപ്പിനും ഓരോ ജോലിയാണ്. ഉദാഹരണം, ഒരു മൊബൈൽ ഫോണുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ആ മൊബൈൽ ഫോൺ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒരു മൊബൈൽ ഫോണിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? നെറ്റ്വർക്ക് റിലേറ്റഡായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? നെറ്റ്വർക്ക് റിലേറ്റഡായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നെറ്റ്വർക്ക് റിലേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോണിൽ ഏതെങ്കിലും ഒരു സിം ഇടും. അപ്പോൾ ആ ഒരു സിം ടവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് റേഞ്ച് അതിനകത്ത് കാണിക്കും അല്ലേ? സോ നെറ്റ്വർക്കുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അതിനുള്ളിൽ നടക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഒരാൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാനോ എടുക്കാനോ സംസാരിക്കാനോ ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി ഒരു നെറ്റ്വർക്ക് IC ഉണ്ടാവും. അപ്പോൾ ഈ നെറ്റ്വർക്കിന് എന്തെങ്കിലുമൊക്കെ തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫോണിനകത്ത് ഇപ്പം റേഞ്ച് കാണുന്നില്ല, നിങ്ങൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കട്ടായി പോവുകയാണ്, അല്ലെങ്കിൽ ഫോണിൻ്റെ ആൻറ്റിനുള്ള ഭാഗം വല്ലാണ്ട് ചൂടാവുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫോൺ റേഞ്ചിൽ വന്ന ബാറ്ററി ഡ്രെയിൻ ചെയ്ത് പോവുകയാണ്, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും നിങ്ങളുടെ ഫോണിൻ്റെ മദർ ബോർഡിൻ്റെ ഉള്ളിലെ നെറ്റ്വർക്ക് ICക്ക് എന്തെങ്കിലും പറ്റിയതുകൊണ്ടാവാം. അബ്സല്യൂട്ട്ലി ചില സമയത്ത് റേഞ്ച് ഒന്നും കാണിക്കില്ല അല്ലേ? കുറേ അപ്പം നിങ്ങളൊരു ദിവസം മുഴുവൻ നോക്കിയിട്ട് നിങ്ങളുടെ ഫോണിൽ റേഞ്ച് കാണിക്കുന്നില്ല, എന്നാൽ നിങ്ങളുടെ സിമ്മിന് യാതൊരു തകരാറുമില്ല എങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നം നെറ്റ്വർക്ക് ICക്ക് ആയിരിക്കും. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള IC ആണ് നെറ്റ്വർക്ക് IC. കോൾ വരുന്നതും കോൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതും ടവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഫ്രീക്വൻസി മാറ്റുന്നതും ഈ കാര്യങ്ങളൊക്കെ നെറ്റ്വർക്ക് IC ചെയ്യും. ഇനി അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് അല്ലെങ്കിൽ മറ്റൊരു IC ആണ് ഡിസ്പ്ലേ ആൻഡ് സൗണ്ട് IC. ഡിസ്പ്ലേ ആൻഡ് സൗണ്ട്. അപ്പോൾ ഡിസ്പ്ലേ സൗണ്ടും ചിലപ്പോൾ ഒന്നിച്ച് കാണാറുണ്ട്, ചിലപ്പോൾ അതിന് വേറെ വേറെ ICകളായിരിക്കും. ഉദാഹരണം, ഇപ്പം നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളെ യാതൊരു തരത്തിലുള്ള നിങ്ങളൊരു ഫോണിൽ യൂട്യൂബ് വെച്ച് കഴിഞ്ഞാൽ ആ യൂട്യൂബിൽ കേൾക്കുന്ന ഓഡിയോ നിങ്ങൾക്ക് ഫോണിൻ്റെ സ്പീക്കറിലൂടെ കേൾക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ സംസാരിക്കുന്ന ഇയർ പീസിലൂടെ വരുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, നോട്ടിഫിക്കേഷൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ശബ്ദവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഹെഡ്ഫോൺ ജാക്ക് കുത്തിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് റൂട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ ഹെഡ്ഫോണിലൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആണുള്ളതെങ്കിൽ അത് സൗണ്ട് ICൻ്റെ പ്രശ്നമായിരിക്കും. അതേപോലെ തന്നെ ഡിസ്പ്ലേ IC ഉണ്ട്. നമ്മളുടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം LTPO പാനലുകളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ അതായത് 1 Hz തൊട്ട് 120 Hz വരെ റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേസ് ആണ് ഇപ്പം കൂടുതലും വരുന്നത്. അതായത് ഇപ്പം അതേപോലെ തന്നെ ഡൈനാമിക് ആയിട്ടുള്ള LED ഉപയോഗിച്ചുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. PWM ഡിമ്മിങ്, നമ്മൾ ലോ ബ്രൈറ്റ്നെസ്സിൽ വായിക്കുമ്പം ഫ്ലിക്കറിംഗ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ കണ്ണിന് തകരാറ് വരാത്ത രീതിയിൽ ഡിസ്പ്ലേ അതിൻ്റെ ഫ്രീക്വൻസി ട്യൂൺ ചെയ്യും. അതുപോലെ റിഫ്രഷ് റേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 60 Hz 120 Hz റിഫ്രഷ് റേറ്റ്, ഇതൊക്കെ ഡിസ്പ്ലേ ആയിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്, ശരിയല്ലേ? അപ്പം ഈ ഡിസ്പ്ലേ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിൽ ഡിസ്പ്ലേ IC ഉണ്ടാവും, റൈറ്റ്? അപ്പം ഡിസ്പ്ലേ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങളുടെ ഫോണിൽ കളർ കാണാൻ പറ്റുന്നില്ല, ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ, സോഫ്റ്റ്വെയർ സെറ്റിങ്ങിലൊന്നും യാതൊരു പ്രശ്നമില്ല എങ്കിൽ മിക്കവാറും നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ IC ഡാമേജ് ആവാൻ പോകുന്നതായിരിക്കാം അതിൻ്റെ കാരണം. ഡിസ്പ്ലേ അബ്സല്യൂട്ട്ലി ഒന്നും കിട്ടുന്നില്ല, അതൊക്കെ ഡിസ്പ്ലേ ICൻ്റെ പ്രശ്നമായിരിക്കാം. ഇനി അതേപോലെ മറ്റൊരു IC നമുക്ക് പറയുകയാണെങ്കിൽ അത് ചാർജിങ് IC ആണ്. അപ്പോൾ ചാർജിങ്ങിൽ നല്ല റെവല്യൂഷനാണ് വരുന്നത് അല്ലേ? ഇപ്പം ഫാസ്റ്റ് ചാർജിങ്, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് എന്നൊക്കെ പറഞ്ഞ് വളരെ പെട്ടെന്ന് നമ്മളെ ഫോണ് ചാർജായി കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ഒരു IC വേണോ, അതിലെന്തെങ്കിലും കാര്യങ്ങളുടെ കൺട്രോൾ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഒരു കൺട്രോൾ വേണം. കാരണം ഈ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫോണ് ഇപ്പോൾ ഡെഡായി 0% നിങ്ങൾ കുത്തിവയ്ക്കുന്നതെങ്കിൽ ആ 0% ആവുന്ന സമയത്ത് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 9 വോൾട്ട് ആയിരിക്കും. ഓക്കെ, സാധാരണ നമ്മൾ 5 വോൾട്ടാണ് റെഗുലർലി ഉപയോഗിക്കാറ്, പക്ഷേ സൂപ്പർ ഫാസ്റ്റ് ചാർജേഴ്സ് 9 വോൾട്ട് ഡെലിവർ ചെയ്യും, പക്ഷേ കറണ്ട് കുറവായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു ഫോണ് ചാർജായി വരുന്നതിനനുസരിച്ച്
ചാർജ് വരുന്നതനുസരിച്ച് ഈ വോൾട്ടേജ് കുറയുകയും കറണ്ട് കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചാർജറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ആ ചാർജർ ഡെലിവർ ചെയ്യുന്ന കറണ്ട് ഇപ്പം ഈ ഒരു IC ഈ ഒരു മദർ ബോർഡിന് കമ്പാറ്റബിൾ ആണോ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ആരാണ്, ഈ ചാർജിങ് IC ആണ്. മിക്കവാറും ഈ ക്വാൽകോം എന്ന് പറയുന്ന കമ്പനിയാണ് ചാർജിങ് ICകൾ ഡെലിവർ ചെയ്യാറ്. ക്വാൽകോമിൻ്റെ നിങ്ങൾ ഫോണ് ചാർജറിൽ പ്ലഗ് ചെയ്തിട്ട് സ്റ്റിൽ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ചാർജിങ് ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ അത് ചാർജിങ് IC പോയതായിരിക്കും. ഓക്കെ, ഒരുപക്ഷെ ചില സമയങ്ങളിൽ ഇപ്പം നിങ്ങളുടെ ബാറ്ററി നല്ല ചൂടാണ്. ഓക്കെ, ഏകദേശം ഒരു 50-55 ഡിഗ്രി നിങ്ങളുടെ ബാറ്ററി ഹീറ്റായി എന്തോ ഒരു കാരണം കൊണ്ട്, നിങ്ങൾ ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ നല്ല വെയിലത്ത് കാറിൻ്റെ ഉള്ളിൽ വയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ നന്നായിട്ട് ചൂടാവും. ഇപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ചൂടായ ഫോൺ നിങ്ങൾ ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചാർജ് ആവാൻ സമ്മതിക്കില്ല. ഓക്കെ, കൂളായ ശേഷം ഫോണ് തണുത്ത ശേഷം ചാർജ് ആയിക്കോളും എന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേയിൽ കിട്ടുന്നത്. അത് ഈ ചാർജിങ് ICയുടെ ജോലിയാണ്. ഓക്കെ, ഇപ്പോൾ ചാർജിങ് IC അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ഇതിനുള്ളിൽ ഒരുപാട് ചെറിയ എന്താ പറയുക, ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ICs ഒരു മദർ ബോർഡിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ICകളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ IC-ആണ് നമ്മളെ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ നടുക്ക് ഒരു വലിയൊരു യൂണിറ്റ് ഉണ്ടാവും. ഈ വലിയ യൂണിറ്റിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ. ഇപ്പോൾ നമുക്കിത് രണ്ടും ഒരേപോലെ എന്നുള്ള രീതിയിൽ പഠിക്കാം. പക്ഷേ ഇനി നമ്മൾ പഠിച്ചു വരുന്നതോറും മൈക്രോ പ്രോസസ്സർ വേറെയാണ്, മൈക്രോ കൺട്രോളർ വേറെയാണ്. ആപ്ലിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ചെയ്യുന്ന കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെയാണ്. സോ ഈ മൈക്രോ പ്രോസസ്സർ ഡിസൈഡ് ചെയ്യും നിങ്ങളുടെ നെറ്റ്വർക്ക് IC എപ്പോഴാണ് വർക്ക് ചെയ്യേണ്ടത്. മൈക്രോ പ്രോസസ്സർ തീരുമാനിക്കും ചാർജിങ് IC എപ്പോൾ വർക്ക് ചെയ്യണം, എപ്പോൾ ഓൺ ആവണം, എപ്പോൾ ഓഫ് ആവണം. മൈക്രോ പ്രോസസ്സർ തീരുമാനിക്കും എപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേ IC വർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം, നിങ്ങളുടെ സൗണ്ടിൻ്റെ IC എപ്പോൾ വർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ അതെന്താ, അതിനൊരു സുപ്രീം കൺട്രോൾ വെക്കാനുള്ള കാരണമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു കോൾ വരികയെന്ന് വിചാരിച്ചു, ഒരു ഫോൺ നിങ്ങൾക്ക് വരികയാണ്. ഫോൺ നിങ്ങൾ അറ്റൻഡ് ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഫോണ് ചെവിയിൽ വെച്ചു, ഇയർ പീസിൽ വെച്ചു. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ആ ഡിസ്പ്ലേ കട്ടാവുന്ന കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഡിസ്പ്ലേ കാണാൻ പറ്റില്ല. കാരണം എന്താ, ഡിസ്പ്ലേ നമുക്ക് ആവശ്യമില്ല സംസാരിക്കുമ്പോൾ, അല്ലേ? നിങ്ങൾ ചെവിയിൽ വെച്ചിട്ട് ആ ഫോൺ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആവശ്യമില്ല. അപ്പോൾ ഫോണിൻ്റെ ആ ഫ്രണ്ട് ക്യാമറേൻ്റെ അടുത്ത് ചെറിയൊരു സെൻസർ ഉണ്ടാവും. ആ സെൻസർ നിങ്ങൾ ഫോൺ ചെവിയിൽ വെച്ചു എന്ന് മനസ്സിലാക്കി ആ ഒരു വിവരം ആർക്ക് പറഞ്ഞു കൊടുക്കും? ഈ ഒരു മൈക്രോ പ്രോസസ്സറിന് അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ മൈക്രോ കൺട്രോൾ നോക്കുകയാണെങ്കിൽ മൈക്രോ കൺട്രോളിന് കാര്യമൊക്കെ മനസ്സിലാവും. എന്താണ്, ഇപ്പോൾ ഒരു കോൾ വന്നിരിക്കുകയാണ്, ആ കോൾ ഇയാൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഡിസ്പ്ലേ വേണ്ട എന്നുള്ള കാര്യം മൈക്രോ പ്രോസസ്സറിന് മനസ്സിലാവുകയും മൈക്രോ പ്രോസസ്സർ ആക്ച്വലി ഈ ഡിസ്പ്ലേയിലേക്കുള്ള ക്ലോക്ക് കട്ട് ചെയ്യും അല്ലെങ്കിൽ പവർ കട്ട് ചെയ്യുമെന്നാണ് നമുക്ക് പറയാം. സോ ഡിസ്പ്ലേയിലേക്കുള്ള പവർ എന്ത് ചെയ്തു, കട്ട് ചെയ്തു. അപ്പം മൈക്രോ പ്രോസസ്സറിലേക്ക് പലതരത്തിലുള്ള സെൻസറുകളും കണക്റ്റഡ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രോക്സിമിറ്റി സെൻസറാണ്. അപ്പോൾ ഒരുപാട് സെൻസറുകൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ സെൻസർ നെറ്റ്വർക്ക് എന്ന് പറയാം. സെൻസർ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ സെൻസറാണ് ഉണ്ടാവുക നിങ്ങൾക്കറിയാം. ഗൈറോസ്കോപ്പ് ഉണ്ടാവും, അല്ലേ? നിങ്ങൾ ഫോൺ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ തിരിഞ്ഞു വരുന്നത് കാണാൻ പറ്റും. റൊട്ടേഷൻ, ഫോണിൻ്റെ റൊട്ടേഷൻ, അത് ശരിക്കും ഒരു ഗൈറോസ്കോപ്പിക് സെൻസറാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഗൈറോസ്കോപ്പിക് സെൻസർ റൊട്ടേറ്റ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കുകയാണ്? മൈക്രോ കൺട്രോളറിന് കൊടുക്കുകയാണ്. അപ്പോൾ മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യും? നേരെ നിങ്ങളുടെ ഡിസ്പ്ലേയുടെ മാട്രിക്സ് വാല്യൂവിൻ്റെ ട്രാൻസ്പോസ് എടുക്കും. അപ്പോൾ മെട്രിക്സ് വാല്യൂവിൻ്റെ ട്രാൻസ്പോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെട്രിക്സിൽ ട്രാൻസ്പോസ് എടുക്കാനൊക്കെ നിങ്ങൾ പഠിച്ച് ഓർക്കുന്നുണ്ടാവുമായിരിക്കും, അല്ലേ? റോസ് കോളംസ് ആയിട്ടും കോളംസ് റോസും ആയിട്ട് മാറ്റുന്നതിനാണ് ഈ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളിങ്ങനെ വെർട്ടിക്കലായി പിടിച്ചിട്ട് നമ്മളൊരു ഫോണിൻ്റെ സ്ക്രീനിൽ കാര്യങ്ങൾ കാണുകയാണ്, അതിങ്ങനെ തിരിച്ചു പിടിക്കുമ്പം ശരിക്കും എന്താ നടക്കുന്നത്? വെർട്ടിക്കലായുള്ള പിക്സലിനെ മുഴുവനും വെർട്ടിക്കലായിട്ടുള്ള പിക്സലിനെ മുഴുവനും ഹൊറിസോണലാക്കി വയ്ക്കും.
അടുത്ത വെർട്ടിക്കലായിട്ടുള്ള ഗ്രൂപ്പിനെ മുഴുവനും അടുത്ത അതിൻ്റെ തൊട്ടേ താഴെ ഹൊറിസോണ്ടൽ ലെയർ ആയിട്ട് വയ്ക്കും. അങ്ങനെ ഇത് ഫുള്ള് റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം നിങ്ങളെ ഫോൺ റൊട്ടേറ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരുപാട് സെൻസറുകൾ, ഇപ്പോൾ കോമ്പസ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ഫോണിൽ കോമ്പസ് കണ്ടിട്ടുണ്ടാവും. കോമ്പസ് വർക്ക് ചെയ്യുന്നത് വേറൊരു സെൻസർ വെച്ചിട്ടാണ്. ഈ പറഞ്ഞ പോലെ പ്രോക്സിമിറ്റി സെൻസർ നമ്മൾ ചെവിയിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ടാവുന്ന പ്രോക്സിമിറ്റി സെൻസറാണ്. ക്യാമറ തന്നെ നമുക്ക് വേണമെങ്കിൽ സെൻസറായിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം. ക്യാമറ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇൻഫ്രാറെഡ് സെൻസർ, ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇൻഫ്രാറെഡിൻ്റെ സെൻസറുകൾ അതിനകത്ത് വയ്ക്കും. ഇത്തരത്തിലുള്ള എല്ലാ IC ചിപ്പുകളും അതേപോലെ തന്നെ സെൻസറുകളൊക്കെ ഈ ഒരു മൈക്രോ പ്രോസസറിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെ കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു തീരുമാനം ആരെടുക്കും? നമ്മളെ മൈക്രോ പ്രോസസർ എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദ ബ്രെയിൻ ഓഫ് മദർ ബോർഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ സെൻസറുകൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ അത് എന്ത് ചെയ്യും? വിശകലനം ചെയ്ത് ഓരോരോ ICകളെ ഓണാക്കി ഓഫാക്കി ചിലപ്പോൾ അതിൻ്റെ പെർഫോമൻസിനെ കൂട്ടി കുറച്ച്, അതായത് പെർഫോമൻസ് കൂട്ടുക കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിസ്പ്ലേയിലെ LTPO ഡിസ്പ്ലേൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വളരെ സ്പീഡിൽ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ 120 ഹെഡ്സും, നിങ്ങൾ ഒരു സ്ക്രോൾ ചെയ്യാതെ ഒരു കണ്ടൻറ്റ് വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേ 1 ഹെഡ്സിലുമാണ് വർക്ക് ചെയ്യുക, ശരിയല്ലേ? അപ്പോൾ അവിടെ അതിൻ്റെ പെർഫോമൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഡിസ്പ്ലേ ICൻ്റെ. അതുവഴി നമുക്ക് ചാർജ് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്ത് ഒരുപാട് ICകളെ കണക്ട് ചെയ്ത് അതിനെയൊക്കെ പ്രോപ്പറായിട്ട് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? നമ്മളുടെ മൈക്രോ പ്രോസസ്സറിൻ്റെ ജോലി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫോണിൽ വരുന്ന ഒരുപാട് മൈക്രോ പ്രോസസ്സറുകളുടെ കമ്പനികൾ നമുക്കറിയാം. അപ്പോൾ അതിൽ സ്നാപ്ഡ്രാഗൺ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്ന ഒരു ലെവലിലുള്ള ഒരു ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പം ബാക്കിയുള്ളതും ഇപ്പോൾ TSMCയിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് അറിയായിരിക്കും. ബാക്കിയുള്ള ഒരുപാട് വേറെ ഇപ്പം കുറച്ചുകൂടി വില കുറഞ്ഞ ഫോണുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് സ്നാപ്ഡ്രാഗൺ അല്ലായിരിക്കും, വേറെ ഏതെങ്കിലും ചിപ്പ് സെറ്റുകളൊക്കെ ആയിരിക്കും കാണാൻ പറ്റുക. ചിപ്പ് സെറ്റ് മീൻസ് പ്രോസസ്സർ. യെസ്, അപ്പം ഇതൊരു വലിയ IC ആണ്. ഓക്കെ, സോ എന്താണ് മൈക്രോ പ്രോസസ്സർ എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു മൈക്രോ പ്രോസസ്സർ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മൊബൈലിൻ്റെയോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ മദർ ബോർഡിലുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഈ മൈക്രോ പ്രോസസ്സറിന് എങ്ങനെയാണ് അറിയാവുന്നത്? അതായത് ഈ സെൻസർ, ഇപ്പോൾ സപ്പോസ് ഇത് എന്ന് പറയുന്നത് ഒരു പ്രോക്സിമിറ്റി സെൻസർ ആണെന്ന് വിചാരിച്ചോളൂ. സോ ദിസ് ഇസ് എ പ്രോക്സിമിറ്റി സെൻസർ. അപ്പോൾ പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മളെ ഫോണ് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി നമ്മളെ ഫോണുമായിട്ട് അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ സെൻസർ ലാച്ച് ആവും. അപ്പോൾ ആ സെൻസർ ലാച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ ചെവിയിൽ വെച്ചു എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഔട്ട്പുട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഔട്ട്പുട്ട് നേരെ ഇറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ദ മൈക്രോ കൺട്രോളർ, അല്ലേ? നേരെ പോകുന്നത് നമ്മൾ മൈക്രോ കൺട്രോളറിലേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൈക്രോ കൺട്രോളർ വരയ്ക്കാം, ജസ്റ്റ് ലൈക്ക് ദിസ്. സോ മൈക്രോ കൺട്രോളറിന് μC എന്നും മൈക്രോ പ്രോസസറിന് μP എന്നുമായിരിക്കും നമ്മൾ ഷോർട്ടായിട്ട് പറയാം. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് ഇൻപുട്ട്. ഓക്കെ, ഇതാണ് മൈക്രോ പ്രോസസറിന് വരുന്ന ഇൻപുട്ട്. എന്ന് പറഞ്ഞാൽ എന്താ വരിക, അല്ലേ? പ്രോക്സിമിറ്റി സെൻസർ ഇയാൾ ചെവിയിൽ വെച്ചു എന്നുള്ള ഇൻഫർമേഷൻ മൈക്രോ പ്രോസസറിന് അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ മൈക്രോ പ്രോസസർ നേരെ എന്ത് ചെയ്യും? ഇവൻ ഒരു തീരുമാനം എടുത്തൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കും. ആ ഔട്ട്പുട്ട് നേരെ പോകുന്നത് എന്തിലേക്കായിരിക്കും? ആ ഔട്ട്പുട്ട് നേരെ പോകുന്നത് നമ്മളുടെ ഡിസ്പ്ലേ ICയിലേക്കായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ IC ആൻഡ് ദിസ് ഇസ് യുവർ ഡിസ്പ്ലേ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ ഞാൻ ഡിസ്പ്ലേ, സോ ദിസ് ഇസ് യുവർ ഡിസ്പ്ലേ IC, DIC നമുക്ക് എഴുതാം. ഡിസ്പ്ലേ ICയിലേക്ക് പോകുന്നു. ഡിസ്പ്ലേ IC ഓഫ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ആർക്ക് കൊടുക്കുന്നു? ഡിസ്പ്ലേക്ക് കൊടുക്കുന്നു. നൗ ദിസ് ഇസ് യുവർ ഡിസ്പ്ലേ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഈ പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ബേസിക്കലി വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സെൻസർ നിങ്ങളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ചെവിയുടെ അടുത്തേക്ക് സെൻസർ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ സെൻസർ ഒരു 5 വോൾട്ട് മൈക്രോ പ്രോസസ്സറിന് സെൻഡ് ചെയ്യും, അയക്കും. 5 വോൾട്ട് അയക്കും. അപ്പം പ്രോക്സിമിറ്റി സെൻസറിൽ നിന്ന് 5 വോൾട്ട് മൈക്രോ കൺട്രോളറിന് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്ത് മനസ്സിലാവും? ഓ, ഈ സെൻസർ ആക്റ്റീവ് ആയിട്ടുണ്ട്, വിച്ച് മീൻസ് ആൾ ഫോണിൽ ചെവിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൈക്രോ കൺട്രോളർ അപ്പോൾ തന്നെ ഒരു 5 വോൾട്ട് നമ്മളെ ഡിജിറ്റൽ ഡിസ്പ്ലേ ICക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ IC വീണ്ടും അതിൻ്റെ ഒരു കമാൻഡ്, ഓഫ് എന്ന് പറയുന്നൊരു കമാൻഡ് ഡിസ്പ്ലേക്ക് കൊടുക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഡിസ്പ്ലേ ബ്ലാക്ക് ആവുന്നു, ഓഫ് ആവുന്നു. ഇതാണ് നടക്കുന്ന കാര്യം. അപ്പോൾ ഇതിൽ ഈ ഒരു സെറ്റപ്പ്, ഈ പ്രോക്സിമിറ്റി സെൻസറിൽ നിന്ന് 5 വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളെ മൈക്രോ പ്രോസസ്സറിനോ മൈക്രോ കൺട്രോളറിനോ എങ്ങനെ അറിയാം? അതിന് പ്രത്യേകിച്ച് നമ്മളെ മനുഷ്യനെ പോലെ ബുദ്ധിയൊന്നുമില്ലല്ലോ, അല്ലേ? അതൊരു ഡിജിറ്റൽ ചിപ്പ് തന്നെയാണ്, അല്പം കോംപ്ലിക്കേറ്റഡ് ആയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഒരു 5 വോൾട്ട് ഈ മൈക്രോ കൺട്രോളിന് കിട്ടിക്കഴിഞ്ഞാൽ, അത് 5 വോൾട്ട് ഇതാണെന്നോ 5 വോൾട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡിസ്പ്ലേ ICക്ക് 5 വോൾട്ട് അയക്കണമെന്നും ഇയാൾക്ക് എങ്ങനെ മനസ്സിലാവും? യെസ്, ദാറ്റ് ഈസ് ആക്ച്വലി കോഡിങ്. അപ്പോൾ അതാണ് കോഡിങ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മൈക്രോ കൺട്രോളറിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു സോഫ്റ്റ്വെയർ ആദ്യമേ ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ലൈൻസ് ആയിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ സോഫ്റ്റ്വെയർ. സോ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ, അത് സിയിലോ C++ലോ ജാവയിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അത് കോഡ് ചെയ്യാം. അപ്പം ഇതിലെ വരികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് വരികൾ ഉണ്ടാവും. ഇതിലൊരു സെക്ഷൻ പറയുന്നതായിരിക്കും, നമുക്കതിന് വേണമെങ്കിൽ ഈ ഒരു സെക്ഷൻ മാത്രം വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ഇംഗ്ലീഷിൽ ഞാനൊന്ന് എഴുതാം. ഇഫ് എന്താ പറയുക, പ്രോക്സിമിറ്റി സെൻസർ ഈസ് ഈക്വൽ ടു ഓൺ. ഓക്കെ, പ്രോക്സിമിറ്റി സെൻസർ ഓൺ ആണെങ്കിൽ ദെൻ എന്താ പറയുക, സെൻഡ് 5 വോൾട്ട് ടു ഡിസ്പ്ലേ IC. ഓക്കെ, ദെൻ സെൻഡ് 5 വോൾട്ട് ടു ഡിസ്പ്ലേ IC. ഇതൊരു ചെറിയൊരു സോഫ്റ്റ്വെയർ കോഡാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജ് ഒന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ കോഡ് എന്ന് പറയുന്നത് കിടക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ് കിടക്കുന്നത്, ഈ ഒരു ഏരിയയിലാണ് കിടക്കുന്നത്, അല്ലേ? ഇങ്ങനെ എല്ലാ സെൻസറുകൾക്കും ഉള്ള ഒരു സോഫ്റ്റ്വെയർ കോഡ് നമ്മൾ ആക്ച്വലി ഈ ഒരു മൈക്രോ പ്രോസസ്സറിലേക്ക് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യണം. യു ഹാവ് ടു ഡൗൺലോഡ് ഇറ്റ്. അപ്പോൾ ഇത് ബേസിക്കലി ചെയ്യുന്നത് എന്താ? ഇത് ബേസിക്കലി ചെയ്യുന്ന കാര്യം നോക്ക്, ഇവിടെ ഈ പ്രോക്സിമിറ്റി സെൻസർ 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ആ 5 വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്കിപ്പോൾ ഒരു 5 വോൾട്ട് പ്രോക്സിമിറ്റി സെൻസറിൽ നിന്ന് കിട്ടി. അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അയാൾ ഈ ഒരു സോഫ്റ്റ്വെയർ കോഡ് മുഴുവൻ വായിച്ചു നോക്കും. 5 വോൾട്ട് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഓരോ തവണയും വായിച്ചു നോക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലൈൻ വായിച്ചു നോക്കിയാൽ അതിനകത്ത് പ്രോക്സിമിറ്റി സെൻസറിൽ നിന്ന് 5 വോൾട്ട് കിട്ടിയാലുള്ള കാര്യമൊന്നും എഴുതിയിട്ടില്ല. രണ്ടാമത് വായിച്ചു നോക്കി, 3 വായിച്ചു നോക്കി, 4 വായിച്ചു നോക്കി. പക്ഷേ ഇവിടെയുള്ള ലൈൻ വായിച്ചപ്പോൾ മനസ്സിലായി, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രോക്സിമിറ്റി സെൻസർ ഓൺ ആണെങ്കിൽ, അതായത് പ്രോക്സിമിറ്റി സെൻസറിൽ നിന്ന് 5 വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഡിസ്പ്ലേ ICക്ക് ഒരു 5 വോൾട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ ഡിസ്പ്ലേ ICക്ക് മനസ്സിലാവും ഈ ചിപ്പ് ഈ ഒരു ഡിസ്പ്ലേ ഓഫ് ചെയ്യണം എന്നുള്ള കമാൻഡാണ്. അത് ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ബുക്കിനെ വരി വായിക്കുന്ന പോലെയാണ്. നമ്മളൊരു ബുക്ക് എടുത്താൽ ബുക്കിനകത്ത് എഴുതിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കാം. ആദ്യം ലൈൻ നമ്പർ 1 വായിക്കും, പിന്നെ ലൈൻ നമ്പർ 2 വായിക്കും, പിന്നെ ലൈൻ നമ്പർ 3 വായിക്കും. അങ്ങനെയല്ലേ നമ്മൾ ബുക്ക് വായിക്കുന്നത്. അതേപോലെ തന്നെ ആ മൈക്രോ പ്രോസസ്സർ അതിൻ്റെ പ്രോഗ്രാം വായിക്കുക. അപ്പോൾ ഒന്നാമത്തെ ലൈൻ, രണ്ടാമത്തെ ലൈൻ, മൂന്നാമത്തെ ലൈൻ, നാലാമത്തെ ലൈൻ അങ്ങനെ വായിച്ചു പോയി. ഈ ഒരു ഏരിയ എത്തുമ്പോൾ അതിനെന്ത് മനസ്സിലായി? വൗ, എന്താ ചെയ്യേണ്ടത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും? ചെയ്തു കൊടുക്കും. ഓക്കെ, അതിനൊരു ഡാറ്റാ ബേസ് വേണം. ശരിക്കും നമ്മളുടെ ബ്രെയിനൊക്കെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഉദാഹരണം, ഒരു ചെറിയൊരു കുട്ടി, എന്താ പറയുക, ഒരു വയസ്സുള്ളൊരു കുട്ടി, ഓക്കെ, ഒരു ക്യാൻഡിലിൻ്റെ അടുത്തിരുന്ന് കളിക്കുകയെന്ന് വിചാരിച്ചോ. ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് ആ കുട്ടീൻ്റെ അടുത്ത്. അതിനടുത്ത് നിന്ന് ആ കുട്ടി എന്ത് ചെയ്യാണ്? കളിക്കുകയാണ്. അപ്പോൾ അത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ കൈ അറിയാതെ, ആ കുട്ടിയുടെ കൈ അറിയാതെ ഈ ഒരു ഫയറിൻ്റെ ഇതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്.
അപ്പം ഫയറിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അത് കൈ പിൻവലിക്കില്ല. കാരണം എന്താ, ആ കുട്ടിക്ക് അറിയില്ല തീ എന്താണെന്ന് അറിയില്ല, തീയിൽ കൈ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊള്ളോ ഇല്ലയോ എന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ല അല്ലേ. അപ്പോൾ ആ കുട്ടീൻ്റെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ആ സോഫ്റ്റ്വെയറിന് കോഡ് എഴുതിയിട്ടില്ല. ആ കോഡ് എഴുതാത്തതുകൊണ്ട് കൈ അങ്ങനെ പോകുമ്പം നമ്മൾ ബ്രെയിനിനൊന്നും അറിയില്ല. അപ്പോൾ ആ കൈ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. ഓക്കെ, പക്ഷേ ഒരിക്കൽ കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ നമ്മളെ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റഡ് ആവും, നമ്മളെ തലയിൽ അപ്ഡേറ്റഡ് ആവും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കും എന്നുള്ള കാര്യം. അതും ഇത് തന്നെയാണ്, ഇഫ് എൽസ് ഇഫ് ദെൻ കണ്ടീഷൻ തന്നെയാണ്. ഇഫ് നിങ്ങളുടെ കൈ തീയിലേക്ക് പോയി കഴിഞ്ഞാൽ ദെൻ കൈ പൊള്ളും എന്നുള്ള കാര്യം നമ്മളുടെ തലയിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആവും. ഓക്കെ, നമ്മൾ അങ്ങനെ ഡെയിലി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്താണ് നമ്മൾ ഒരു മുതിർന്ന ആളാവുമ്പോഴേക്കും അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളാവുന്നത്. കാരണം അയാൾക്ക് എക്സ്പീരിയൻസ് കൊണ്ട് അത്രയും അയാളുടെ സോഫ്റ്റ്വെയർ, അയാളുടെ ബ്രെയിൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, വികസിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇങ്ങനെ തന്നെ വേണമെന്നില്ല, കൈ പൊള്ളണം എന്നില്ല. ഈ ഒരു ചെറിയ കുട്ടീൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ അടുത്ത് മെഴുകുതിരിയുണ്ട്, ഈ മെഴുകുതിരിയുടെ തീനാളത്തിൽ നീ കൈ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൈ പൊള്ളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദന ഉള്ളതായിരിക്കും, അപ്പോൾ നീ കരയും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് കുറച്ചൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അവനെന്ത് ചെയ്യും, ഒരിക്കലും ഈ ഒരു സോഫ്റ്റ്വെയർ തലയിൽ ഓൾറെഡി അമ്മ പറഞ്ഞ നോളജ് ഇതിനകത്തുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഈ ഒരു പ്രോസസ്സ് നടത്തില്ല. അപ്പം നമ്മളുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളുടെ സോഫ്റ്റ്വെയറും കോഡഡ് ആണ്. ഒരു റോഡ് ക്രോസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കും, വണ്ടി എന്തെങ്കിലും വരുന്നുണ്ടോ. അതിന് നമ്മൾ റൈറ്റ് സൈഡിലേക്കും നോക്കും, വീണ്ടും വണ്ടി വരുന്നുണ്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് ചെയ്യും. അപ്പോൾ അപ്പോഴായിരിക്കും ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്ന വണ്ടി നമ്മൾ കാണാത്തത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്താ, ലെഫ്റ്റിലേക്ക് നോക്കി വണ്ടിയില്ല, റൈറ്റിലേക്ക് നോക്കി വണ്ടിയില്ല, നമ്മളൊരൊറ്റ ഓട്ടം. ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കിയ സമയത്ത് ലെഫ്റ്റിൽ നിന്ന് ഒരു വണ്ടി പെട്ടെന്ന് വന്നു, അത് നമ്മൾ കണ്ടില്ല. അങ്ങനെ നമുക്ക് ചെറിയൊരു അപകടം പറ്റി. അടുത്ത തവണ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കും, റൈറ്റിലേക്ക് നോക്കും, വീണ്ടും ലെഫ്റ്റിലേക്ക് നോക്കും, വീണ്ടും റൈറ്റിലേക്ക് നോക്കും, ഒന്നുകൂടി ലെഫ്റ്റിലേക്ക് നമ്മൾ നോക്കും. ബിക്കോസ് അതിൻ്റെ സോഫ്റ്റ്വെയർ കഴിഞ്ഞ ഒരു ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് നമ്മളെ ബ്രെയിനിൽ അതെന്ത് ചെയ്തു, അതൊന്ന് അപ്ഡേറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മളുടെ തലയ്ക്കകത്തുമുണ്ട് ഈ ഒരു സെറ്റ് ഓഫ് റൂൾസ്. അതിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒരു നിയമങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു 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 ബുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു ലൈബ്രറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ലൈബ്രറിയിലേക്ക് അറിവുകൾ നമ്മളിങ്ങനെ എന്ത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ അറിവുകൾ ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് ബുദ്ധി വികസിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെയുള്ള ഒരു ഡാറ്റാബേസ്, അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ലൈബ്രറി സോഫ്റ്റ്വെയറിൻ്റെ രൂപത്തിൽ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു മൈക്രോ പ്രോസസ്സറിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ലോഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8Elite എന്ന് പറയുന്ന, അപ്പോൾ സ്നാപ്ഡ്രാഗൺ 8Elite അല്ലേ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഹാർഡ്വെയർ, ഓക്കെ, പർട്ടിക്കുലർ ഹാർഡ്വെയർ, അതായത് പ്രോസസ്സർ, അതിനുള്ളിൽ നമ്മൾ ലോഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ആൻഡ്രോയിഡ്. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ദിസ് ഇസ് ആൻ OS, അല്ലെങ്കിൽ ഇറ്റ്സ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആൻഡ് this is actually the hardware. Okay, yes, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമുക്ക് സംടൈംസ് എന്തെന്നും വിളിക്കാം, വി ക്യാൻ കോൾ ഇറ്റ് എ സോഫ്റ്റ്വെയർ ഓൾസോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾവേസ് ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുള്ളൂ. ഇറ്റ് നീഡ് എ ഹാർഡ്വെയർ, ഇറ്റ് നീഡ് എ സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ മാത്രമേ ഉള്ളൂ എങ്കിൽ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. കാരണം ഈ സോഫ്റ്റ്വെയർ എപ്പോഴും വായിച്ച് നോക്കി, ഈ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടുള്ള ഈ കോഡുകൾ, അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഒക്കെ കോഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ലൈൻസ് ഉണ്ടാവും കേട്ടോ. ശരിക്കും നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് ഈ ലക്ഷക്കണക്കിന് ലൈൻസ് വിത്തിൻ സെക്കൻഡ്സ് വായിക്കും. അത്ര സ്പീഡുണ്ട് നമ്മളുടെ സ്നാപ്ഡ്രാഗൺ എന്ന് പറയുന്ന പ്രോസസ്സറിന്. അത് ഫുള്ള് വായിച്ച് നോക്കും. അത് വായിച്ച് നോക്കി അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം, സോഫ്റ്റ്വെയറിൽ പോയി നോക്കി മനസ്സിലായി, അങ്ങനെ ചെയ്തു. ഓക്കെ,
അപ്പം സോഫ്റ്റ്വെയർ എന്താണ്, ഹാർഡ്വെയർ എന്താണ്? എക്സ്പെഷ്യലി നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ സ്നാപ്ഡ്രാഗൺ 808 എന്ന് പറയുന്നത് ആൻഡ്രോയിഡുമായിട്ട് ക്ലബ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ആപ്പിളിൻ്റെ ചിപ്പ് സെറ്റ് നോക്കാം. ഇപ്പോൾ ആപ്പിൾ A18 എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ചിപ്പ് സെറ്റാണ് അല്ലേ. ആപ്പിൾ ബയോണിക് 18 എന്ന് പറയുന്നത് നമ്മളുടെ ആപ്പിളിൻ്റെ iPhone 16, iPhone 15 ചിപ്പ് സെറ്റാണ് അല്ലെങ്കിൽ പ്രോസറാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാ? iOS ആണ് അല്ലേ. iOS ആണ് അതിൻ്റെ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത് എവിടെ നോക്കിയാലും ഈ ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള Core i7 ആണെങ്കിലോ, Core i7 എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ എന്താണ്, മദർ ബോർഡിൻ്റെ പ്രോസസ്സറാണ് അല്ലേ. മദർ ബോർഡിൻ്റെ ഉള്ള മെയിൻ പ്രോസസ്സറാണ്. അപ്പോൾ അതിന് ഹാർഡ്വെയർ ആയി. ഇനി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതോ, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വിൻഡോസ് ആകാം അല്ലേ, അല്ലെങ്കിൽ ലിനക്സ് ആവാം, അങ്ങനെ എന്ത് വേണേ ആവാം. ഇനി നമ്മളുടെ മാക്കിൻടോഷ്, മാക്ക്, ആപ്പിളിൻ്റെ ലാപ്ടോപ്പിനെയാണ് നമ്മൾ മാക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മാക്കിലും പല സീരീസ് M1, M2, M3 എന്നൊക്കെ പറഞ്ഞ് ചിപ്പ് സെറ്റുകളുണ്ട്. ഇപ്പം ആപ്പിളിൻ്റെ ലാപ്ടോപ്പിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്പ് സെറ്റാണ് M3 Max. ഞാൻ ചിപ്പ് സെറ്റ് എന്ന് പറയുന്ന വാക്ക് ഇടയ്ക്ക് ഉപയോഗിക്കും കേട്ടോ. കാരണം ചിപ്പ് സെറ്റ് എന്ന് പറയും, അങ്ങനെയും പറയും നമ്മളുടെ പ്രോസസ്സറിന്. ആക്ച്വലി പ്രോസസ്സറും വേറെ കുറച്ച് ആൾക്കാരും കൂടി കൂടിയതാണ് ഈ ചിപ്പ് സെറ്റ്. അപ്പോൾ അതങ്ങനെ വന്നു പോകുന്നതാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പ്രോസസ്സർ തന്നെയാണ്. അപ്പോൾ M3 Max എന്ന് പറയുന്നതാണ് നമ്മളുടെ ആപ്പിളിൻ്റെ ഹാർഡ്വെയർ, അതായത് ആപ്പിളിൻ്റെ പ്രോസസ്സർ ലാപ്ടോപ്പിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി അവരത് സോഫ്റ്റ്വെയർ, എന്ത് സോഫ്റ്റ്വെയറാണ് നമ്മൾ കൊടുക്കുന്നത്? ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? iOS എന്ന് പറയുന്ന മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ബാക്കി ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സെക്കോയ ആണ് അല്ലേ. സെക്കോയ എന്ന് പറയുന്ന അതാണ് ആപ്പിളിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ, മാക്കിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫുൾ നെയിം. യെസ്. അപ്പോൾ നിങ്ങൾക്ക് മൈക്രോ പ്രോസസ്സർ എന്താണ് എന്നുള്ളത് ബേസിക്കലി കുറച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പൂർണ്ണമായിട്ട് ഒരിക്കലും മനസ്സിലാവില്ല. നിങ്ങളിത് ഞാൻ പറയുന്ന കേട്ട് കുറേ നേരം കേട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ കാര്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. റൈറ്റ്. ഇനി ഈ കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയും ഉള്ളിൽ മാത്രമാണോ നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെറ്റപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല. അവിടെ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ, നമുക്കൊരു എയർക്രാഫ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഒരു വിമാനം. യെസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ വരയ്ക്കാം? ഹൗ ഡു വി ഡ്രോ ദിസ്? ഞാനൊരു എയർക്രാഫ്റ്റിൻ്റെ വിങ്സ് ആണ് വരയ്ക്കാൻ ശ്രമിക്കുന്നത്. So just like this. ഡ്രോയിങ്ങിലൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. യെസ്, നമുക്ക് ഏകദേശം നമുക്കൊന്ന് മനസ്സിലായാൽ മതി എന്താ സംഭവം എന്നുള്ളത്. സോ ഇതാണ്. ഇപ്പോൾ ഇതിനകത്ത് ബാക്കിൽ റഡർ, അതേപോലെ തന്നെ സ്റ്റെബിലൈസർ ഉണ്ട്. സ്റ്റെബിലൈസറും 2 റഡറുണ്ട്. സോ ഇത് നമുക്കിങ്ങനെ വരയ്ക്കാം. നിങ്ങൾ 3 ഡയമെൻഷനിൽ കാണുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ഷേപ്പ് ആയിരിക്കും അല്ലേ. സോ ദിസ് കുഡ് ബി ദ ഷേപ്പ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. 2 റഡേഴ്സും ജസ്റ്റ് ലൈക്ക് എ ഫിഷ് ഇങ്ങനെ ഉണ്ടാവുക എയർപ്ലെയിൻ. അപ്പോൾ ഈ എയർക്രാഫ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് വരും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വേറെ കളറിൽ ഞാൻ എഴുതാൻ പോവുകയാണേ. അതായത് ഈ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന ഏരിയ. ദിസ് ഇസ് എ കോക്പിറ്റ്. അവിടെയാണ് പൈലറ്റ് ഇരിക്കുന്നത് അല്ലേ. യെസ്. ഈ പൈലറ്റ് ഇരിക്കുന്ന റൂമിലാണ് കൺട്രോൾ പാനൽ ഉണ്ടാവുക. ദ കൺട്രോൾ പാനൽ, അതായത് വിമാനത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നോക്കിയാലാണ് നമുക്കറിയാൻ പറ്റുക. യെസ്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ വരയ്ക്കുകയാണ്. ഞാനിവിടെ സെൻസർ 1 എന്ന് പറഞ്ഞൊരു സെൻസർ അവിടെ ഉണ്ട്. നൗ 2 എന്ന് പറയുന്ന സെൻസർ ഇവിടെ ഉണ്ട്. 1 എന്ന് പറയുന്ന സെൻസർ ഫ്ലാപ്പ് പൊസിഷണറാണ്. ഫ്ലാപ്പ് പൊസിഷൻ സെൻസിങ്. 2 എന്ന് പറയുന്നത് റഡർ.
പൊസിഷൻ. പിന്നെ നിങ്ങൾക്കറിയാം ഒരു എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ ഫ്യൂവൽ ഉണ്ടാകുന്നത് എവിടെയാണ്? ഒരു എയർക്രാഫ്റ്റിൻ്റെ ബോഡിയിൽ ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്നത് ഫ്യൂവൽ ടാങ്കുകളിൽ അതിൻ്റെ ചിറകിലാണ്. ഓക്കെ, അപ്പോൾ 2 ചിറകിലുമാണ് എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂവൽ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെൻസർ നമ്പർ 3 ഒരു ഫ്യൂവൽ സെൻസർ ഉണ്ട്. ഫ്യൂവൽ സെൻസർ. ഓക്കെ, അതേപോലെ ഈ എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഇങ്ങനെ മുമ്പിലേക്ക് ഒരു സാധനം തള്ളി നിൽക്കും. ഈ തള്ളി നിൽക്കുന്ന സാധനത്തിൻ്റെ പേരാണ് പിറ്റോ ട്യൂബ്. സോ ദിസ് ഇസ് നമ്പർ 4, പിറ്റോ ട്യൂബ്. പിറ്റോ ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമാനത്തിൻ്റെ സ്പീഡ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സെൻസറാണ് ഈ 4ാമത്തെ പിറ്റോ ട്യൂബ്. ഓക്കെ, യെസ്. പിന്നെ 5ാമത്തത് ആ സെൻസർ, ഇതിൻ്റെ 2 എൻജിൻസ് ഇതാ ഇവിടെ ഉള്ളത്. ഇതാണ് എൻജിൻ 1, ഇതാണ് എൻജിൻ 2. 2 എൻജിനുള്ള ഒരു എയർക്രാഫ്റ്റ് ആണെന്ന് വിചാരിച്ചോ. ഒരു എൻജിനുള്ളതും 4 എൻജിനുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ വരയ്ക്കുന്നതിൽ 2 എൻജിനുണ്ട്. അപ്പം ഈ E1ൻ്റെ അവിടെ ഞാനൊരു സെൻസർ നമ്പർ 5 കൊടുക്കുകയാണ്. അതേപോലെ E2ൻ്റെ അവിടെ സെൻസർ നമ്പർ 6 കൊടുക്കുക. അപ്പം സെൻസർ നമ്പർ 5 എന്ന് പറയുന്നത് എൻജിൻ 1ൻ്റെ സ്പീഡാണ്, അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ RPM, എത്ര RPM-ലാണ് എൻജിൻ 1 കറങ്ങുന്നത്. എൻജിൻ 2-ൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സെൻസർ എന്ന് പറഞ്ഞാൽ എൻജിൻ 2ൻ്റെ എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചറാണ്, EGT. ഓക്കെ, യെസ്. പിന്നെ വിമാനത്തിൻ്റെ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഒരു ഹോള് കാണാൻ പറ്റും, സൈഡിൽ ഒരു ഹോള്. ആൻഡ് ദിസ് ഇസ് അനദർ തിങ്, ദാറ്റ് ഈസ് സെൻസർ നമ്പർ 7. സോ 7 എന്ന് പറയുന്നത് നമ്മൾക്ക് സ്റ്റാറ്റിക് പോർട്ട് എന്ന് വിളിക്കും. സ്റ്റാറ്റിക് പോർട്ട്. ഈ സ്റ്റാറ്റിക് പോർട്ട് എന്ന് പറയുന്നത് വിമാനം എത്ര ഹൈറ്റിലാണ് പറന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്ന സെൻസറാണ്. ഓക്കെ, സോ ഈ ഒരു വിമാനത്തിൽ ഇപ്പോൾ എത്ര സെൻസർ ഉണ്ട്? 10,000-ഓളം സെൻസറുകൾ ഉണ്ടാവും. നമ്മളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ആക്ച്വലി വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്പർ 1 എന്ന് പറയുന്നത് ഇതിൻ്റെ ജോലി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഫ്ലാപ്പ്. നമുക്ക് ഈ സബ്ജക്റ്റിൽ ഈ മൈക്രോ കൺട്രോളർ എന്താണെന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്നറിയാൻ നമ്മൾ ഇതിനകത്തേക്ക് എടുത്ത് ചാടിയിട്ടാണ് നമുക്ക് പലപ്പോഴും മണ്ടത്തരം പറ്റുന്നത്. ഓക്കെ, ഇപ്പം മെട്രിക്സ് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെട്രിക്സിനകത്ത് ട്രാൻസ്പോസ് എടുക്കുന്നത്, അതിൻ്റെ അപ്ലിക്കേഷൻ ഈ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് അന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് അന്ന് ഇത് എന്തിനു വേണ്ടി ഞാൻ പഠിക്കുന്നു എന്നുള്ളൊരു ധാരണയിൽ നിങ്ങൾ പകുതി മനസ്സോടെ പഠിച്ച് മറന്നുപോയി നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആക്ച്വലി എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റിയിൽ നമ്മൾ എത്താതെ വന്ന് നിൽക്കുന്നത്. നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ആപ്ലിക്കേഷൻ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. നിങ്ങൾ എൻജിനീയേഴ്സാണ്, ഇത് പഠിക്കുന്നത് മറന്നു പോകാൻ വേണ്ടിയല്ല, ഇതുപോലെ അടുത്ത സാധനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എൻജിനീയറിംഗ് പഠനത്തിൽ, അത് എന്താണെന്ന് അറിഞ്ഞ് പഠിക്കുന്നതിൽ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലൊന്നും അത് ഒരിക്കലും ഉണ്ടാവില്ല. ഒരു ടെക്സ്റ്റ് ബുക്കിലും അപ്ലിക്കേഷൻ വൈസ് ആയിട്ട് പറയില്ല. പക്ഷെ ആപ്ലിക്കേഷൻ മനസ്സിലാക്കിയാലേ നമുക്ക് ബോറടിക്കാതെ കാര്യം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ തുടക്കത്തിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പോകുന്നത് കേട്ടോ. യെസ്, അപ്പോൾ ഇതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ഫ്ലാപ്പ് പൊസിഷനാണ്. ഫ്ലാപ്പ് പൊസിഷൻ. ഇപ്പോൾ ഫ്ലാപ്പ് എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ നിങ്ങൾ അഹമ്മദാബാദ് എയർക്രാഫ്റ്റ് ക്രാഷ് വന്ന സമയത്ത് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഫ്ലാപ്പ്, അവർ പൈലറ്റ് ഫ്ലാപ്പ് പൊസിഷൻ 1-ലിട്ടു, പൊസിഷൻ 5-ലാണ് ഇടേണ്ടത്. അപ്പോൾ ഫ്ലാപ്പ് എന്ന് പറയുന്നത് ഈ എയർക്രാഫ്റ്റിൻ്റെ ചിറക് ഇങ്ങനെയാണെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന വേറെ സാധനമാണ് ഈ ഫ്ലാപ്പ്. ഈ ചിറകിനെ അനക്കാൻ പറ്റില്ല, പകരം ഈ ഫ്ലാപ്പിനെ നമുക്ക് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ പൊക്കാനും താത്താനും പറ്റും, ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫ്ലാപ്പ്. ആ ഫ്ലാപ്പ് ഇവിടെ നമുക്കിങ്ങനെ പൊക്കാം താത്താം. അപ്പം ശരിക്കും പറഞ്ഞാൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ താത്തി വെക്കണം, എന്നാലേ വിമാനത്തിൽ ലിഫ്റ്റ് കിട്ടും, മുകളിലേക്ക് പൊങ്ങുള്ളൂ. അതുപോലെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് പൊക്കി വയ്ക്കും, എന്നാലേ വിമാനത്തിന് ഡ്രാഗ് കിട്ടുള്ളൂ, അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് താഴേക്ക് വരുള്ളൂ. അപ്പോൾ ഫ്ലാപ്പ് പൊക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിമാനം ലാൻഡ് ചെയ്യാറായി. പൊക്കി വെച്ച് കഴിഞ്ഞാൽ, താത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് പൊസിഷൻ 1, പൊസിഷൻ 2, 3, 4, 5. അതാണ് ഫ്ലാപ്പ് 1, ഫ്ലാപ്പ് 2, ഫ്ലാപ്പ് 3, ഫ്ലാപ്പ് 4, ഫ്ലാപ്പ് 5. ഒരു ലിവറായിരിക്കും.
എന്താ പറയുക, ഇങ്ങനെ ജോയ്സ്റ്റിക്ക് പോലെയുള്ള ഇത്തരത്തിലുള്ള ലിവറായിരിക്കും പൈലറ്റിൻ്റെ കോക്പിറ്റിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ ലിവർ നമ്മൾ താഴേക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അതാണ് ഫ്ലാപ്പ് പൊസിഷൻ. അപ്പോൾ ഈ ഫ്ലാപ്പിൻ്റെ പൊസിഷൻ എത്രയാണെന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേയിൽ ഫ്രണ്ടിൽ കിട്ടണം. അല്ലാതെ പൈലറ്റിന് ഫ്ലാപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്ലാപ്പ് തിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അവിടെ പോയി നോക്കാൻ പറ്റുമോ? ഒരിക്കലും നോക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ അത് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള വിവരം ഡിസ്പ്ലേയിൽ കിട്ടണം. ശരിയല്ലേ? യെസ്. അപ്പോൾ അതുകൊണ്ട് ഫ്ലാപ്പിന് ഒരു പൊസിഷൻ സെൻസർ നമ്മൾ വെച്ചു. അപ്പോൾ ആ സെൻസർ നമ്മൾ റൂട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെ നമ്മൾ റൂട്ട് ചെയ്തെടുത്തിരിക്കുന്നത്? എന്താ അതിൻ്റെ പൊസിഷൻ ഞാൻ കാണിച്ചുതരാം. ഫ്ലാപ്പ് കൊടുത്താൽ ഇവിടെ നിന്ന് ഇങ്ങനെ റൂട്ട് ചെയ്ത് ഇത് എവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്പർ 2 എന്ന് പറഞ്ഞാൽ റഡർ പൊസിഷനാണ്. റഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വാല്, ഏറ്റവും പുറകുള്ള വാല്, അത് ഇങ്ങനെയും തിരിയും. മാത്രമല്ല റഡറിൽ ഫ്യൂവലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. റഡറിൽ ഫ്യൂവൽ സ്റ്റോർ ചെയ്യും. അത് എന്തിനാണെന്ന് വെച്ചാൽ എയർക്രാഫ്റ്റ് പറന്നുകൊണ്ടിരിക്കുമ്പം ലെഫ്റ്റ് വിങ്ങിലുള്ള ഫ്യൂവലും റൈറ്റ് വിങ്ങിലുള്ള ഫ്യൂവലും ഒരേപോലെയല്ല തീർന്നു പോവുക. ചിലപ്പോൾ ലെഫ്റ്റ് വിങ്ങിലുള്ള കൂടുതൽ തീരും, റൈറ്റ് വിങ്ങിലുള്ളത് കുറച്ചേ തീരുള്ളൂ. അത് ഡിപ്പെൻഡ് അപ്പോൺ ഏത് ആംഗിളിലാണ് പറക്കുന്നത്, ഏത് എഞ്ചിൻ എത്ര RPM കറങ്ങുന്നത് എന്നതിനൊക്കെ അനുസരിച്ചിരിക്കും. കാരണം ഈ ഒരു എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ ഈ ചിറകിന്നും ഈ ഒരു എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ ഈ ഒരു ചിറകിന്നുമാണ് റൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അതാത് ചിറകിൽ നിന്നാണ് അതാത് എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ വരുന്നത്. അപ്പോൾ ഒരുപാട് നേരം ചെരിഞ്ഞൊക്കെ പറക്കുകയാണെങ്കിൽ ഒരു എഞ്ചിൻ സ്പീഡ് കുറവ്, ഒരു എഞ്ചിൻ സ്പീഡ് കൂടുതലും ഒക്കെ ആയിരിക്കും മിക്കവാറും. അതുപോലെ ടെയിൽ വിൻഡ്, ബാക്ക് വിൻഡ് ഒക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ച് പൈലറ്റിന് അത് ക്രമീകരിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഇത് കൂടുതൽ തീർന്നു പോകും. ഇത് കൂടുതൽ തീർന്നു പോയി ഇത് ഫുൾ ഉണ്ടെങ്കിൽ നോക്കാം ഈ ഭാഗത്തേക്ക് വെയിറ്റ് കൂടുതലായി. അപ്പോൾ ഈ വിമാനത്തിന് സ്റ്റെബിലിറ്റി ഇഷ്യൂ വരും. ആ സമയത്ത് ഇതിൻ്റെ വാലിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫ്യൂവൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒഴുകി എവിടെയാണോ കുറവ് ആ കുറവിൽ പോയിട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ 10% കുറഞ്ഞിട്ടുണ്ട്, ഇവിടെ 0% ആണ് കുറവ്. അത് ഫുൾ ഉണ്ടെങ്കിൽ ഈ റഡറിൽ നിന്ന് ആ ഫ്യൂവൽ ടാങ്കിൽ നിന്നുള്ള ഫ്യൂവൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ അതാണ് റഡറിൻ്റെ പൊസിഷൻ എന്താണെന്ന് അളക്കുന്നതും അതേപോലെ ഈ ഫ്യൂവലിൻ്റെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് ഈ റഡർ എന്ന് പറയുന്ന സാധനം. അതിന് താഴെ ഇവിടെ ഇത് സ്റ്റെബിലൈസർ എന്ന് അറിയപ്പെടുന്ന സാധനമാണ്. അതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി മൂന്നാമത് ഫ്യൂവൽ സെൻസറാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ഫ്യൂവൽ സെൻസറിൻ്റെ ജോലി എന്താണെന്നുള്ളത് പറഞ്ഞു. എന്താ ഫ്യൂവൽ സെൻസറിൻ്റെ ജോലി? എത്രമാത്രം ഫ്യൂവൽ ഉണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ റഡറിൽ നിന്നുള്ള സെൻസറിൻ്റെ വയർ ഇത് അവിടെ എത്തിച്ചു. അതേപോലെ ഫ്യൂവൽ സെൻസറിൻ്റെ വയർ ഇത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പിറ്റോ ട്യൂബാണ്. പിറ്റോ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ കാണുന്ന സാധനമാണ് പിറ്റോ ട്യൂബ്. അപ്പോൾ പിറ്റോ ട്യൂബ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പിറ്റോ ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമാനത്തിൻ്റെ സ്പീഡ് എന്ന് പറയില്ല, എയർ സ്പീഡ് എന്നാണ് സാധാരണ നമ്മൾ പറയാം. കാരണം വിമാനം പറന്നുകൊണ്ട് നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് കാറ്റടിക്കുകയാണെങ്കിൽ വിമാനം ആക്ച്വലി കുറച്ചുകൂടി സ്പീഡിൽ പോകും. വിമാനം പറന്നുകൊണ്ട് നിൽക്കുമ്പോൾ മുമ്പിൽ നിന്നാണ് കാറ്റടിക്കുന്നതെങ്കിൽ വിമാനത്തിൻ്റെ സ്പീഡ് കുറയും. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ വിമാനത്തിൻ്റേതായിട്ട് ഒരു സ്പീഡില്ല, എയറിൻ്റെയും കൂടി സ്പീഡ് കണക്കിലെടുത്തിട്ടാണ് വിമാനത്തിൻ്റെ ടോട്ടൽ സ്പീഡ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ എതിരെ കാറ്റടിക്കുന്നതുകൊണ്ടാണ് ആകാശത്ത് വെച്ചിട്ട് ഇന്ധനമൊക്കെ തീർന്നു പോകുന്നത്. കാരണം എന്താ? പ്രതീക്ഷേനേക്കാളും കൂടുതൽ പവറിൽ എൻജിൻ കറങ്ങണം. കാരണം കാറ്റിനെ മറികടന്ന് വേണം പോകാൻ. അത് ചിലപ്പോൾ ഒരു പൈലറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആകാശത്ത് വെച്ച് ഫ്യൂവൽ തീർന്നു പോയിട്ട് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് യുവർ പിറ്റോ ട്യൂബ്. അപ്പോൾ പിറ്റോ ട്യൂബിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കണക്ഷൻ എടുക്കാം. ഇതാണ് പിറ്റോ ട്യൂബിൻ്റെ കണക്ഷൻ. അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ഓക്കെ, അതും കവർ ചെയ്തു. പിന്നെ ഒരു എഞ്ചിൻ്റെ സ്പീഡും ഒരു എഞ്ചിൻ്റെ ചൂടും, അതാണ് അടുത്ത 2 സെൻസറുകൾ 5ഉം 6ഉം. സോ എഞ്ചിൻ്റെ സ്പീഡിൻ്റെ സെൻസറിൻ്റെ ഔട്ട്പുട്ട് ഇത്, അതേപോലെ എഞ്ചിൻ്റെ ചൂട് എന്താണോ അതിൻ്റെ സെൻസർ ഇത്, രണ്ടിൻ്റെ ഔട്ട്പുട്ട് അവിടെ വന്നിരിക്കുന്നു. ഇനി സ്റ്റാറ്റിക് പോർട്ട് എന്ന് വെച്ചാൽ ഉയരം, എത്ര ഹൈറ്റിലാണ് വിമാനം പറക്കുന്നതെന്ന് അറിയുന്നതാണ്. അപ്പോൾ അത് അളന്നിട്ട് ആ സെൻസർ എന്ത് ചെയ്യും? അതിൻ്റെ വയർ കണക്ഷൻ ഇത് ഇവിടെ എത്തിച്ചു. അപ്പോൾ എല്ലാ സെൻസറിൽ നിന്നും ഞാനൊരു വയർ വലിച്ചിട്ടുണ്ട്. എന്താണ് ആ വയർ? ഈ സെൻസറുകൾ ആക്ച്വലി അത് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു വോൾട്ടേജ് ഉണ്ടാക്കും. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ സെൻസറിൻ്റെ പൊസിഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പം എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ആ ചൂടിന്, എഞ്ചിൻ്റെ ചൂടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൊരു വോൾട്ടേജ് ആയിരിക്കും ഈ 6 എന്ന് പറയുന്ന സെൻസർ ഉണ്ടാക്കുന്നത്. ആ വോൾട്ടേജ് നമ്മൾ ക്യാരി ഓവർ ചെയ്ത് ഇവിടെ വരെ എത്തിച്ചു. ഇനി ഈ സാധനം മുഴുവനും നമ്മൾ ബണ്ടിൽ ചെയ്ത് ക്ലബ് ചെയ്ത് നമ്മൾ എങ്ങോട്ട് കൊടുക്കുകയാണ്? ഇത് നമ്മൾ ഇതിൻ്റെ മൈക്രോ പ്രോസസ്സറിലേക്ക് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിലേക്ക് കൊടുക്കണം. മൈക്രോ പ്രോസസ്സറിലേക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ മൈക്രോ പ്രോസസ്സറിലേക്ക് ഒരുപാട് ഡീറ്റെയിൽസ് മൈക്രോ പ്രോസസ്സറിന് കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഉദാഹരണം
ഇപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നു എന്ന് വിചാരിച്ചോ. അതായത് ഫോർ എക്സാമ്പിൾ സെൻസർ നമ്പർ 4 ലോ സ്പീഡ് ഡിറ്റക്റ്റ് ചെയ്യാണ്. ലോ സ്പീഡ് ഡിറ്റക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 4 എന്ന് പറയുന്നത് എന്താ? വിമാനത്തിൻ്റെ സ്പീഡ് അളക്കുന്ന സാധനം. ആ സെൻസറിൽ നിന്ന് ലോ എന്ന് പറയുന്ന ഇൻഫർമേഷനാണ് വരുന്നത്. അതായത് സ്പീഡ് കുറവാണ് എന്നുള്ള ഇൻഫർമേഷനാണ് വരുന്നത്. ഓക്കെ, യെസ്. അപ്പം ലോ സ്പീഡ് വരുന്ന സമയത്ത് സെൻസർ നമ്പർ 4ൽ നിന്ന് ലോ സ്പീഡ് വന്നു. ഇനി അതേ സമയത്ത് തന്നെ എൻജിൻ നമ്പർ 2ൻ്റെ, അതായത് ഈ സെൻസർ നമ്പർ ഏതാ 5 നിങ്ങൾ നോക്ക്. എൻജിൻ 1ൻ്റെ സ്പീഡാണ്. എൻജിൻ 1ൻ്റെ സ്പീഡ് അതും ലോ ആണ്, നമുക്ക് മനസ്സിലായി. അതും ലോ ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. വിമാനത്തിൻ്റെ സ്പീഡ് ഡിറ്റക്റ്റ് ചെയ്തു, അത് ലോ ആണ്. അതുപോലെ എൻജിൻ 1ൻ്റെ സ്പീഡും ലോ ആണ്. ഓക്കെ, അപ്പം ഇതാണ് എൻജിൻ കറങ്ങാത്തതുകൊണ്ടാണ് വിമാനം മുമ്പോട്ട് പോകാത്തത് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്പർ 3 അതേപോലെ തന്നെ ലോ ഫ്യൂവലും ഇൻഡിക്കേറ്റ് ചെയ്തു. ലോ ഫ്യൂവലും എന്ത് ചെയ്തു? റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ സമയത്ത് ഇത്രയും ഇൻഫർമേഷൻ നമ്മൾ മൈക്രോ പ്രോസസറിന് കിട്ടുകയാണ്. അപ്പോൾ മൈക്രോ പ്രോസസറിന് ഇത്രയും വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും നോക്കാം. സ്പീഡ് കുറവാണ്, വിമാനത്തിൻ്റെ സ്പീഡ് കുറവാണ്, വിമാനത്തിന് എൻജിൻ കറങ്ങുന്ന സ്പീഡും കുറവാണ്, ചിറകിലുള്ള ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റിയും കുറവാണ്. ഇത്ര ഇൻഫർമേഷൻ ഒരുമിച്ച് മൈക്രോ പ്രോസസറിന് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഇൻഫർമേഷൻ ഇതാണ് ഇൻപുട്ട്, ദ റിയൽ ഇൻപുട്ട് ടു ദ മൈക്രോ പ്രോസസർ. സോ ദിസ് ഇസ് യു മൈക്രോ പ്രോസസർ. ഇതാണ് ഇൻപുട്ട് കയറുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തൊക്കെയായിരിക്കും എന്നറിയോ? സ്റ്റോൾ എന്താണെന്നുള്ള പറയാം. അതേപോലെ തന്നെ റെഡ് ലൈറ്റ്, ഫ്ലാഷ്, പുള്ളപ്പ് കമാൻഡ്. ഇത് റിയൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. റിയൽ ആയിട്ടുള്ള കാര്യം, ശരിക്കും ഉള്ള കോൺഫിഗറേഷനാണ് പറയുന്നത്, റിയൽ ലൈഫ് കാര്യം. ഈ 3 കാര്യങ്ങൾ കോക്പിറ്റിൽ നടക്കും. ഒന്നാമത് സ്റ്റോൾ. അതായത് സ്റ്റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമാനം താഴേക്ക് പോകും എന്നുള്ള വാക്ക്. അതായത് ഇങ്ങനെ പറന്നുകൊണ്ട് നിൽക്കുമ്പോൾ നിന്ന് കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകുമല്ലോ, അതിനാണ് സ്റ്റോളിംഗ് എന്ന് പറയുക. അപ്പോൾ അതിനാണ് സ്റ്റോൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അവിടെ ഇങ്ങനെ നല്ല സൗണ്ടിൽ കോക്പിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതേപോലെ പുള്ളപ്പ് എന്ന് പറഞ്ഞൊരു കമാൻഡ് വരും. പുള്ളപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക്, ഇപ്പം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പുള്ളപ്പ് ചെയ്യാൻ മുകളിലേക്ക് എഞ്ചിൻ്റെ ത്രസ്റ്റ് വീണ്ടും കൂട്ടി, എഞ്ചിൻ്റെ കറക്കം സ്പീഡ് കൂട്ടി വിമാനത്തിൻ്റെ സ്പീഡ് കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളപ്പ് എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഒരു റെഡ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. അത് ഏകദേശം പൈലറ്റിൻ്റെ തലേൻ്റെ നേരെ മുകളിലേക്ക് വിടുന്ന ഒരു ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും, എമർജൻസി. അപ്പം ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് പൈലറ്റിന് കാര്യം മനസ്സിലാവും. പൈലറ്റ് അതിൻ്റെ കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങൾ പോകുന്ന ലോ സ്പീഡിലാണ്, നിങ്ങളുടെ എൻജിൻ കറങ്ങുന്ന ലോ സ്പീഡിലാണ്, നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് ഇത്ര കിലോ ഫ്യൂവൽ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ആ ഫ്ലൈറ്റ് കമ്പ്യൂട്ടറിൽ എഴുതി കാണുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആര് ചെയ്യുന്നതാണ്? ഈ മൈക്രോ പ്രോസസ്സർ ചെയ്യുന്നതാണ്. അപ്പോൾ മൈക്രോ പ്രോസസ്സർ പല സെൻസറുകളിൽ നിന്നും, ഈ പറഞ്ഞ ഇത്രയും സെൻസറുകളിൽ നിന്നും ഇൻപുട്ട് എടുത്ത് അതിന് ഒരു സോഫ്റ്റ്വെയർ അതിൻ്റെ ഉള്ളിൽ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യൂ. ഫ്യൂവൽ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂവൽ കുറവാണ് എന്നുള്ള ശബ്ദം കോക്പിറ്റിൽ അലേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഫ്യൂവൽ കുറവാണെങ്കിൽ എത്രയാണ് ഫ്യൂവൽ എന്നുള്ളത് പൈലറ്റിന് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ സ്പീഡ് കുറവാണ്, വിമാനത്തിന് സ്പീഡ് കുറവാണെങ്കിൽ സ്പീഡ് കൂട്ടാനുള്ള കമാൻഡ് പൈലറ്റിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എത്രയാണ് സ്പീഡ് കുറവുള്ളത്, എത്ര ത്രസ്റ്റ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് ആരുടെ ജോലിയാണ്? ഈ മൈക്രോ പ്രോസസറിൻ്റെ ജോലിയാണ്. അപ്പോൾ നോക്കുക, ഒരു കമ്പ്യൂട്ടറിൽ എന്നുള്ളതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ പലതരത്തിലുള്ള, നമ്മളിവിടെ പഠിച്ചു, എവിടെ പോയി, നമ്മളിവിടെ പറഞ്ഞ പോലെ പല തരത്തിലുള്ള ഐസുകളിൽ നിന്നും പല തരത്തിലുള്ള സെൻസറുകളിൽ നിന്നും ഇൻഫർമേഷൻ ഇൻപുട്ട് എടുത്ത്
ഒരു കാര്യം ചെയ്യുക. അപ്പം മൊബൈൽ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ചെറിയ ആപ്ലിക്കേഷനാണ് മൊബൈൽ ഫോണിൻ്റെ, അല്ല മൈക്രോ പ്രോസറിൻ്റെ, ശരിയല്ലേ? കുറേ സെൻസറുണ്ട്, ആ സെൻസറിന് ഇൻഫർമേഷൻ എടുത്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ എയ്റോപ്ലെയിൻ എന്നൊക്കെ പറഞ്ഞാലോ, അത് വളരെ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയ സിസ്റ്റമാണ്. അപ്പം ഇതേ പറഞ്ഞ പോലെ 7ഉം 8ഉം ഒന്നും അല്ല, ഏകദേശം 1000-ഓളം സെൻസറുകൾ ഒരു ഫ്ലൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വെച്ചിട്ടുള്ള ശരിക്കുള്ള മൈക്രോ പ്രോസറിൻ്റെ ഒക്കെ ഒരു പവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ഫീഡ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ പവർ ഒന്ന് ആലോചിച്ച് നോക്കുക. സോ ദിസ് ഇസ് ആക്ച്വലി വാട്ട് ദ മൈക്രോ പ്രോസസ്സർ ഈസ് എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി ഇത് ലോ സ്പീഡ് എത്രയാണ്, എൻജിൻ്റെ ലോ സ്പീഡ് എത്രയാണ്, ഫ്യൂവൽ എത്ര ബാക്കിയുണ്ട് എന്നുള്ള വിവരമൊക്കെ ഈ മൈക്രോ പ്രോസറിന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മൈക്രോ പ്രോസർ എന്ത് ചെയ്യുന്നറിയോ, ഏകദേശം ഇവിടെ വെച്ചിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ഇതിൻ്റെ വാല്യൂ ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, സ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കും. സോ സത്യം പറഞ്ഞ ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പം ഓരോ മിനിറ്റിലും എന്താണ് പ്രഷർ, എത്ര ഹൈറ്റ്, എത്ര സ്പീഡ്, എൻജിൻ്റെ ചൂട് എത്ര, എൻജിൻ്റെ റൊട്ടേഷൻ സ്പീഡ് എത്ര ഹൈറ്റിലാണ് പോകുന്നത്, എത്രയാണ് പ്രഷർ ഡിഫറൻസ് ലെവൽ, എത്ര പിറ്റോ ട്യൂബിൻ്റെ റീഡിങ്, ഫ്യൂവൽ ക്വാണ്ടിറ്റി എത്ര കുറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ലൈവായിട്ട് എത്ര വൈബ്രേഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ഈ മൈക്രോ പ്രോസറിന് കിട്ടുന്ന വിവരമാണ്. പല സെൻസറുകൾ മൈക്രോ പ്രോസറിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് മൈക്രോ പ്രോസർ എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് എഴുതി വെച്ചുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വെച്ചുകൊണ്ടേയിരിക്കും. ആ സ്ഥലത്തിൻ്റെ പേരാണ് ദ ബ്ലാക്ക് ബോക്സ്. ഓക്കെ, അപ്പോൾ ഒരു വിമാനം അപകടത്തിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ ബ്ലാക്ക് ബോക്സിൻ്റെ നട്ട് നമ്മൾ ഇവിടുന്ന് ഊരിയെടുക്കും. എന്നിട്ട് ഈ മൈക്രോ പ്രോസറിലേക്ക് പോകുന്ന ഒരു കേബിൾ ഉണ്ടാവും. ആ കേബിൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓറഞ്ച് കളറിലുള്ളൊരു പെട്ടിയാണ്. ആ പെട്ടി നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ ബോക്സ് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ സ്റ്റേഷനിലുള്ള ഒരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ USB കേബിൾ വഴി, ഫോണൊക്കെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ USB കേബിൾ വഴി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിമാനത്തിൻ്റെ ഓരോ മിനിറ്റിൽ അതെൻ്റെ എൻജിൻ ഓണാക്കി അത് ക്രാഷ് ആവുന്നവരെ, ഓക്കെ, ഒരു അപകടത്തിൽപ്പെട്ട് വിമാനം തകർന്നു പോയിട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപകടത്തിൽ പെടുന്ന വരെയുള്ള ഓരോ നിമിഷമുള്ള ഈ മൈക്രോ പ്രോസസ്സറിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻഫർമേഷൻസ് ഈ ബ്ലാക്ക് ബോക്സിലുണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇവിടം വരെ ഓക്കെയാണ്, ഇവിടെ എത്തിയപ്പോൾ ഫ്യൂവൽ പെട്ടെന്ന് തീർന്നു, അപ്പോൾ ഫ്യൂവലിൽ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. യെസ്, അപ്പോൾ ഫ്യൂവലിൽ ലീക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി ഫ്യൂവൽ സെൻസറിൻ്റെ നോക്കുമ്പോൾ കറക്റ്റാണ്, ഫ്യൂവൽ സെൻസറിലേക്കുള്ള വോൾട്ടേജ് ഒന്നും കറക്റ്റ് അല്ല, എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പം ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫർദർ അനാലിസിസ് ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഈ ക്രാഷ് നടന്നതെന്നൊക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ബ്ലാക്ക് ബോക്സ് എടുത്തിട്ട് എന്ത് ചെയ്യും, ശരിക്കും ബ്ലാക്ക് ബോക്സ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. യെസ്, സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോ പ്രോസറിൻ്റെ ജോലി. ഓക്കെ, പല സെൻസേഴ്സ് അതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, പല IC ചിപ്പുകൾ അതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവരൊക്കെ തരുന്ന ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് അതിനോട് എന്താണോ ഈ ഇൻഫർമേഷൻസ് എങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അതിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ത്രൂ എ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ശരിക്കും മൈക്രോ പ്രോസറിൻ്റെ ജോലി. അപ്പോൾ നമ്മുടെ തലേ ഒരു മൈക്രോ പ്രോസറാണ്. ഇപ്പം നമ്മളോട് ആരെങ്കിലും ഇങ്ങനെയുള്ള ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണെന്നല്ലേ. അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. എൻ്റെ തലേൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ആക്ഷൻ്റെ മീനിങ് എന്താണ്, അപ്പം അതിന് പെട്ടെന്ന് ഓക്കെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലാനാണ് എന്നുള്ള കാര്യം നമ്മളെ ബ്രെയിനുള്ളിൽ സ്റ്റോർഡാണ്. അപ്പോൾ ബ്രെയിൻ അത് മനസ്സിലാക്കിയിട്ട് വേഗം എന്ത് ചെയ്യും, ആ കാര്യം എക്സിക്യൂട്ട് ചെയ്യും. ഇനി ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അതെ ഒരാൾ നിങ്ങളോട് ഇങ്ങനെ കാണിച്ചു കാണിച്ചു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല. അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല അല്ലേ. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു മീനിങ് ഒന്നുമില്ല. നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയും പഠിക്കുന്ന സ്ഥലത്തോ ആരും അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ നമുക്കറിയില്ല. നമ്മൾ അയാളെ നോക്കി ഇങ്ങനെ നിൽക്കുകയുള്ളൂ, എന്താ നമുക്കൊന്നും മനസ്സിലായില്ലല്ലോ. അപ്പം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാൻ പോകാനാണ് എന്ന് നിങ്ങളെ കൂട്ടുകാരൻ നിങ്ങളോട് പറഞ്ഞു തരാണ് ആദ്യമായിട്ട്. അപ്പം മനസ്സിലായി, ഓ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോകാനാണ് അല്ലേ. യെസ്, അപ്പോൾ അടുത്ത തവണ വേറൊരാൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേഗം എന്ത് ചെയ്യും, ഓക്കെ ഇട്ടാണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം ഇറങ്ങും.
സംഗതി മനസ്സിലായോ? അപ്പം നമ്മളെ ബ്രെയിനിൻ്റെ ഉള്ളും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതൊന്നെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് ഗെയിൻ ചെയ്യുന്നതായിരിക്കും, കുട്ടി കൈ പൊള്ളിച്ചതുപോലെ. അതല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. സാർമാരോ അല്ലെങ്കിൽ നമ്മളുടെ ടീച്ചേഴ്സോ ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമായിരിക്കും. അത് സോഫ്റ്റ്വെയർ ആയിട്ട് കയറും. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനുള്ള ഫീഡ്ബാക്കും സോഫ്റ്റ്വെയർ ആയിട്ട് കയറും. അപ്പം നമ്മളെ തലയിൽ ആക്ച്വലി എത്ര GB അൺലിമിറ്റഡ് സ്പേസ് ആണ് സോഫ്റ്റ്വെയർ ഇരിക്കാൻ വേണ്ടി. സോ ദിസ് ഇസ് എ ബേസിക് ഓഫ് മൈക്രോ പ്രോസസർ. ഇതാണ് ആക്ച്വലി മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഇനി നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസും കൂടി മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് സംഗതി എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആവും. എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ഒരു മൊത്തം ഇനി അങ്ങോട്ടുള്ള ഒരു 40-50 മണിക്കൂർ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്. ഇപ്പോൾ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഇവിടെ മെയിൻ ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ വേണ്ടി സബ് ഹെഡിങ് ആയിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ മെയിൻ ഏരിയാസ് ആണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുന്നത്. അപ്പം മെയിൻ ഏരിയാസ് എന്ന് പറയുന്നത്, ആദ്യത്തെ മെയിൻ ഏരിയ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ്. അതായത് സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. CPU, അതേപോലെ തന്നെ SoC എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓൺ ചിപ്പ്, മൈക്രോ മെയിൻ പ്രോസസ്സർ എന്ന് പറയുന്നതിനേക്കാളും ഇപ്പം SoC ലെവലിലാണ് കാര്യങ്ങൾ. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് മൈക്രോ പ്രോസസ്സറിനെയാണ് നമ്മൾ SoC എന്ന് പറയുന്നത്, സിസ്റ്റം ഓൺ എ ചിപ്പ്. സോ സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റുകൾ, അതേപോലെ ലാപ്ടോപ്സ്, PCs, സ്മാർട്ട് TV. ഇപ്പോൾ TVയുടെ ഉള്ളിലൊരു മൈക്രോ പ്രോസസ്സർ ഉണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇപ്പോൾ TV ഇപ്പോൾ എല്ലാം സ്മാർട്ടായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈവൻ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ആയിട്ടുള്ള TVകൾ നമുക്ക് കിട്ടും. അതിനകത്തേക്ക് നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം, നമുക്ക് ബ്ലൂടൂത്ത് വഴി കൺട്രോളും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് ഗെയിം കളിക്കണമെങ്കിൽ അതിനകത്തേക്ക് USB വഴിയോ ഗെയിം പോർട്ട് വഴിയോ നമുക്ക് ജോയ്സ്റ്റിക്കൊക്കെ കണക്ട് ചെയ്യാം. അതേപോലെ TVൻ്റെ ഔട്ട്പുട്ട് നമുക്ക് HDMI ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതേപോലെ ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ട്പുട്ട്, ഇപ്പോൾ പുതിയ TVകളിലുള്ളത് ഒപ്റ്റിക്കൽ ഓഡിയോ, അത് ഹൈ ക്വാളിറ്റി ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഡയറക്റ്റ് ഡോൾബി ഡിജിറ്റലും DTS എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റിൽ നമുക്ക് TV തന്നെ കിട്ടും. അപ്പോൾ അതൊരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളായിട്ടാണ് കിട്ടുന്നത്. ആ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഉണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മളെ സ്മാർട്ട് TVയിൽ വരികയാണ്. അപ്പോൾ ഒരുപാട് സെൻസറുകളും അതിനൊക്കെ വേണ്ടി TVയിൽ വെച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഫോണിലൊക്കെ നടക്കുന്ന പോലെ തന്നെ നിങ്ങളിപ്പോൾ സിനിമയാണ് കാണുന്നതെങ്കിൽ ആ സിനിമയ്ക്ക് പറ്റിയ ഒരു സിനി ടോൺ, ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഷെയ്ഡും കാര്യങ്ങളും കുറച്ചൊരു വാംത്ത് കൂടിയ, അല്ലെങ്കിൽ ഒരു യെല്ലോയിലേക്ക് കൂടുതൽ പ്രിഫറൻസ് ഉള്ള ഒരു തീമായിട്ട് നിങ്ങളെ ഡിസ്പ്ലേ മാറും. ഓക്കെ, അതുപോലെ നിങ്ങൾ രാത്രിയാണ് TV കാണുന്നതെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ എങ്ങനെയാണ് ഇത് മൂവിയാണ്, ഇത് സമയം രാത്രിയാണ് എന്നൊക്കെ നമുക്ക് നമ്മളെ TVക്ക് മനസ്സിലാവുന്നത്? അതിന് പലതരത്തിലുള്ള സെൻസറുകൾ നമ്മൾ TVയിൽ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആ സെൻസറുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു മൈക്രോ പ്രോസസ്സറും ഉറപ്പായിട്ടും TVനുള്ളിൽ വേണം. അതുപോലെ സെറ്റപ്പ് ബോക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ സാറ്റലൈറ്റ് വഴിയും കേബിൾ വഴിയൊക്കെ നമ്മൾ ഡിജിറ്റൽ ടെലിവിഷൻ ചാനലുകളുടെ സ്ട്രീമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ടോപ്പ് ബോക്സ് ഉപയോഗിക്കും അല്ലേ. നമ്മൾ DTHൻ്റെ ആൻറ്റനയിൽ നിന്ന് നേരെ കേബിൾ വന്ന് കയറുന്നത് സെറ്റ് ടോപ്പ് ബോക്സിലേക്കാണ്. അപ്പോൾ ഈ സെറ്റ് ടോപ്പ് ബോക്സിൽ വെച്ചിട്ടാണ് ഏതൊക്കെ ചാനൽ കിട്ടുന്നുണ്ട്, ഏതൊക്കെ ഫ്രീക്വൻസിയിലാണ് ആ ചാനൽ വരുന്നത്, പിന്നെ ഡിജിറ്റൽ സിഗ്നലായിട്ട് വരുന്ന ഈ ഒരു TV ബ്രോഡ്കാസ്റ്റ്, അതിനുള്ളിലുള്ള മെയിൻ ഒരു എന്താ പറയുക DSP ചിപ്പ്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ എന്നാണ് പറയുക. അപ്പോൾ അത് വേറെ ടൈപ്പ് പ്രോസസ്സിംഗ് ആണ്, DSP പ്രോസസ്സിങ്. അതുപോലെ DIP പ്രോസസ്സിംഗ് ഉണ്ട്, ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്. നമ്മളെ SLR ക്യാമറകളുടെയൊക്കെ ഉള്ളിലുള്ള മൈക്രോ കൺട്രോളറിനെ നമ്മൾ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സർ എന്നാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ സെറ്റ് ടോപ്പ് ബോക്സിനുള്ളിൽ ഈ ഓഡിയോയും വീഡിയോയും നമുക്ക് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുകയാണ് അല്ലേ, ഡിഷ് TV വഴി കിട്ടുകയാണ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഒരു ഹൈ ഡെഫിനേഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് വഴി എങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ കൺവേർട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സിൽ ഒരു മൈക്രോ കൺട്രോളർ ആവശ്യമാണ്. ഇനി സ്മാർട്ട് ഹോം ഡിവൈസസ് ലൈക്ക് തെർമോസ്റ്റാറ്റ്, സ്മാർട്ട് ലൈറ്റ്, സെക്യൂരിറ്റി സിസ്റ്റം, ഇതിനൊക്കെ മൈക്രോ കൺട്രോളർ വേണം. അപ്പം ഇപ്പോൾ പല വീടുകളും സ്മാർട്ട് ഹോമുകളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി എന്താണ് സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു റൂമിലേക്ക് വന്ന് നമ്മൾ അവിടുത്തെ ലൈറ്റ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ എന്താവുകയാണ്, ലൈറ്റ് അവിടെ ഓൺ ആവുകയാണ്. നമ്മൾ ഇറങ്ങി പോവുകയാണെങ്കിൽ
ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓഫായി. അതേപോലെ തന്നെ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ എയർ കണ്ടീഷണറൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ എത്ര ഡിഗ്രി വേണമെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യും അല്ലേ. ഇപ്പം അത് വേണ്ട. ഇപ്പോൾ നമ്മളുടെ ആവശ്യം നമുക്ക് ഒരു പ്രൊഫൈലായിട്ട് സേവ് ചെയ്ത് വയ്ക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള അന്തരീക്ഷ ഊഷ്മാവിനനുസരിച്ച് ടെമ്പറേച്ചറിനനുസരിച്ച് AC തന്നെ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. അപ്പോൾ അതേപോലെ ഡിസിൻഫെക്റ്റൻസ്, ബാക്ടീരിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്ത് കളയാനുള്ള സെറ്റപ്പൊക്കെ ഇപ്പോൾ AC-യിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കെമിക്കൽ എഞ്ചിനീയറിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ജസ്റ്റ് ഒരു എയർ കണ്ടീഷണറിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഫാനൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വൈഫൈ വഴി കൺട്രോൾ ചെയ്യാം അല്ലേ. ഫാന് വാങ്ങിക്കുന്ന സമയത്ത് ഒരു ആപ്പ് നമുക്ക് അതിനൂടെ കിട്ടും. ആപ്പ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആ ആപ്പ് വെച്ച് നമുക്ക് ഓണാക്കാം, ഓഫാക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതേപോലെ ഏകദേശം നമ്മളുടെ വീട്ടിൽ നടക്കുന്ന എല്ലാം നമ്മൾ സ്വിച്ച് ഓണാക്കി ഓഫാക്കി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം സ്മാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ അതാണ് സ്മാർട്ട് ഹോം ഡിവൈസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അതൊക്കെയാണ് കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ആക്ച്വലി നമ്മളുടെ നാട്ടിലൊക്കെ റൂം ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് AC ഉപയോഗിക്കുന്നത് അല്ലേ. എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ തണുപ്പാണ് കൂടുതൽ. അപ്പോൾ അവർ റൂം ഹീറ്റാക്കാൻ വേണ്ടിയിട്ട് ഹീറ്റർ ഉപയോഗിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഹീറ്റേഴ്സിനാണ് നമ്മൾ ബേസിക്കലി എന്തെന്ന് പറയുന്നത്, തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സെക്യൂരിറ്റി സിസ്റ്റം, ക്യാമറകളൊക്കെ ഉണ്ടാവും വീടിന് ചുറ്റും. ആ ക്യാമറകളൊക്കെ ഓട്ടോമാറ്റിക്കലി ഒരു മോഷൻ വന്നാൽ മാത്രം ഡിറ്റക്റ്റ് ചെയ്യും. അതായത് ആ ക്യാമറേൻ്റെ മുമ്പിലൂടെ ഒരാൾ നടന്നു പോയാൽ മാത്രമേ അത് എന്താവുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കും അത് തന്നെയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു CCTV സെക്യൂരിറ്റി ക്യാമറ വയ്ക്കുന്നതിന് എന്തെങ്കിലും ഒരു ഇവൻറ്റ് നമുക്ക് അവിടെ നടക്കുന്നത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇവൻറ്റ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ കയറി വരികയാണ്. അപ്പോൾ ഒരാൾ കയറി വന്നാൽ മാത്രമേ അവിടെ എന്താവുള്ളൂ, റെക്കോർഡിങ് നടക്കുകയുള്ളൂ. അല്ലാത്ത സമയത്ത് റെക്കോർഡിങ് നടക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്ത് മെമ്മറി ഫുള്ളാവുന്നതൊക്കെ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് സ്മാർട്ട് ഹോമിൽ വരുന്നത്. സോ ദാറ്റ് ഈസ് ഫ്രം കൺസ്യൂമർ ഇലക്ട്രോണിക്സ് സെക്ഷൻ. നൗ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ECUs നിങ്ങൾക്കറിയാം. ECU എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻജിൻ കൺട്രോൾ യൂണിറ്റ്. എല്ലാ മോഡേൺ വെഹിക്കിൾസിലും, എല്ലാ മോഡേൺ കാറുകളിലും ബൈക്കുകളിലൊക്കെ ഇപ്പോൾ ECU വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ECUവിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് ABS-ലേക്കും അതേപോലെ തന്നെ എന്താ പറയുക, ട്രാക്ഷൻ കൺട്രോൾ യൂണിറ്റ്, ഓട്ടോ ഹോൾഡ്, ഹിൽ ക്ലൈംബ് അസിസ്റ്റ്, ഓട്ടോ ഡിസൻ കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞ് വണ്ടികൾ ഒരുപാട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. ഓട്ടോണോമസ് ആവുകയാണ്. ഡ്രൈവർ ഇല്ലാതെ തന്നെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഏകദേശം ADAS 2 ഫീച്ചേഴ്സൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഇപ്പം ഒരാൾ എക്കണോമി മോഡിലിട്ട് കാർ ഓടിക്കുകയാണെങ്കിൽ അയാൾ ആക്സിലേറ്റർ ചവിട്ടിയാലും ആ ആക്സിലേറ്റർ ചവിട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ ഒരു സിറ്റുവേഷനിൽ വണ്ടിക്ക് സ്പീഡ് കൂടുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. തൊട്ട് മുമ്പിൽ വേറൊരു വണ്ടി ഉണ്ട്, അയാൾ ഉടനെ ബ്രേക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യം വണ്ടി തന്നെ മനസ്സിലാക്കി എന്ത് ചെയ്യാണ്, ഇയാൾ ചവിട്ടുന്ന ആക്സിലറേറ്ററിൻ്റെ ഇൻപുട്ടിനെ കട്ട് ചെയ്ത് കളയാണ്, അതിനെടുക്കുന്നില്ല. അതേപോലെ തന്നെ ഓട്ടോ ഡിസൻ വണ്ടി തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ, ഇവിടെ പ്രോപ്പറായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ വണ്ടിയുടെ സ്പീഡ് കൂടും, അത് അപകടത്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കുന്ന വണ്ടി തന്നെ എന്ത് ചെയ്യും, തന്നെ ബ്രേക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള സെൻസറുകൾ ഈ വണ്ടിക്കകത്തുണ്ടാവും. ഇപ്പോൾ ABS വണ്ടി സ്കിഡായി പോകാതിരിക്കാൻ വേണ്ടിയുള്ള, ട്രാക്ഷൻ കൺട്രോൾ, വീൽ സ്പിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മളുടെ ബെൻലി TRK മോഡൽസിലും അതേപോലെ തന്നെ ഹോണ്ടൻ്റെ ആഫ്രിക്ക ട്വിൻ ട്രാൻസാൽപ്പ് അങ്ങനത്തെ ബൈക്കുകളിലൊക്കെ ഇപ്പോൾ എന്ത് വരുന്നുണ്ട്, ഈ സ്കിഡ് കൺട്രോൾ എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. സോ അത് നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കാം, ഓഫ് ആക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. സോ ദാറ്റ് ഒരു വണ്ടിയിൽ ഒരുപാട് സെൻസേഴ്സ് വരികയാണ്. ജസ്റ്റ് ലൈക്ക് ഇൻ എയറോപ്ലെയിനിലുള്ള അത്രയ്ക്കും സെൻസേഴ്സ് ഇല്ലെങ്കിലും ഏകദേശം ഒരുപാട് സെൻസേഴ്സ്. ഇപ്പം മഴ പെയ്യുകയാണെങ്കിൽ മഴ പെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ വൈപ്പർ കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ എതിരെ ഒരു വാഹനം വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിമ്മ ആവുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായി വരുന്നത് ഈ മൈക്രോ കൺട്രോളർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ മൈക്രോ കൺട്രോളറിലേക്കാണ് ഈ സർവ്വ സെൻസറുകളുടെയും ഇൻപുട്ട് പോകുന്നത്. അതിനനുസരിച്ച് മൈക്രോ കൺട്രോളർ ഒരു ആക്ഷൻ എടുക്കുന്നു. ഇനി ടിപ്പിക്കലി എൻജിൻ കൺട്രോൾ യൂണിറ്റ് ECU ഇവിടെ പറയാനുള്ള കാരണം ഇന്ധനക്ഷമത, ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്.
ഇപ്പോൾ ചില സിറ്റുവേഷനുകളിൽ നമുക്ക് അധികം പെട്രോൾ എഞ്ചിനിലേക്ക് ഒഴുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് ആ പെട്രോളിനെ കട്ട് ചെയ്ത്, ഇപ്പോൾ ഒരു ഇറക്കുന്ന സമയത്താണെങ്കിൽ ഇറക്കുന്ന സമയത്ത് പെട്രോളിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഡീസലിനെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തു നമുക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ എമിഷൻ നോംസ് വെച്ചിട്ടും ഇഞ്ചക്ഷൻ ടൈമിങ്സ്, വാൽവ് ടൈമിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആക്ച്വലി എന്താണ്, ഈ ഒരു എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് ആണ്. നിങ്ങൾ ഈ വണ്ടി റീമാപ്പ് ചെയ്യുക, ഓട്ടോ ട്യൂൺ ചെയ്യുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ BMW ഹൈ എൻഡ് 7 സീരീസ് അല്ലെങ്കിൽ M സീരീസ് M സ്പോർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ മെഴ്സിഡസിൻ്റെ AMG ആ ക്ലാസ് വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ECU ട്യൂൺ ചെയ്യാം. അപ്പോൾ ECU എന്ന് പറയുന്നൊരു മൈക്രോ കൺട്രോളറാണ്, ബോണറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അവിടെ നമ്മൾ ഒരു സീരിയൽ പോർട്ട് വഴി നമുക്ക് ലാപ്ടോപ്പിലേക്ക് അതിൻ്റെ കണക്ഷൻ എടുത്ത് ലാപ്ടോപ്പിലുള്ള സോഫ്റ്റ്വെയർ വഴി നമുക്ക് എന്ത് ചെയ്യാം, വണ്ടീൻ്റെ ടോർക്കും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ലിമിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്പം അത് കൂട്ടവും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വണ്ടി അതിൻ്റെ പവർ കൂട്ടുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് ആക്ച്വലി എന്താ പറയുക, ശരിക്കും അനുവദനീയമായ കാര്യമല്ല, പക്ഷെ അങ്ങനെ ചെയ്യാറുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ. സർക്കാരിൻ്റെ നോംസിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റംസ്, വണ്ടികളിലുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ലൈക്ക് വീഡിയോ പ്ലേബാക്ക് നിങ്ങൾക്കറിയാം. ഇപ്പം എല്ലാം സ്ക്രീനിലാണ് അല്ലേ. കാറിനുള്ള എല്ലാ കാര്യങ്ങളും, ടയറിൻ്റെ പ്രഷർ മുതൽ ഇപ്പം ഫ്യൂവൽ എത്ര ബാക്കിയുണ്ട്, ഈ ഒരു ഫ്യൂവൽ വെച്ച് എത്ര കിലോമീറ്റർ ഓടാം എന്ന് വരെ നമ്മൾ ഇപ്പോഴത്തെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഈ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൽ കാണിച്ചു തരും. അപ്പോൾ അത് ആൻഡ്രോയിഡ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും അത് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ഉറപ്പായിട്ടും എന്തിൻ്റെ സഹായം വേണം, ഒരു മൈക്രോ കൺട്രോളറിൻ്റെ സഹായം വേണം. പിന്നെ അഡാസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റമാണ് അഡാസ് എന്ന് പറയുന്നത്. അഡാസ് ഇപ്പോൾ ലെവൽ 2 വരെയാണ് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. ലെവൽ 1, ലെവൽ 2 വരെ എത്തി. അപ്പം എന്താണ് അഡാസ്? ക്രൂയിസ് കൺട്രോള്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോള്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, അതുപോലെ ഡ്രോസിനെസ് കൺട്രോൾ, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? അഡാസിൻ്റെ എക്സാമ്പിളാണ്. അതായത് ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് വണ്ടിക്ക് മുമ്പിൽ ചാടി, നമുക്ക് ബ്രേക്ക് ആട്ടാനുള്ള സമയം കിട്ടിയില്ലെങ്കിലും വണ്ടി പോയി ഇടിക്കില്ല. അയാൾ വണ്ടിക്ക് മുമ്പിൽ ചാടിയ കാര്യം വണ്ടി തന്നെ എന്ത് ചെയ്യാണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് മനസ്സിലാക്കി അവിടെ ഒരു ബ്രേക്കിംഗ് വരികയാണ്. അതുപോലെ നിങ്ങളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങി പോവുകയാണെങ്കിൽ, നിങ്ങൾ ഉറങ്ങുകയാണ് എന്ന് മനസ്സിലാക്കി ഇപ്പോൾ ലെവൽ 2, ലെവൽ 3 അഡാസ് ഒക്കെ ഉള്ളതാണെങ്കിൽ ശരിക്കും ആ വണ്ടി തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് ആദ്യം സ്റ്റിയറിംഗ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും, നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, എഴുന്നേൽപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ സീറ്റ് വൈബ്രേറ്റ് ചെയ്യും. നല്ല സൗണ്ടിൽ ഒരു എന്താ പറയുക, മെസ്സേജ് പോയിക്കൊണ്ടിരിക്കും, നിങ്ങൾ വണ്ടീൻ്റെ കൺട്രോൾ തിരിച്ചെടുക്കുക, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് കേൾക്കാം. എന്നിട്ടും നിങ്ങൾക്ക് പിന്നെ അനക്കമില്ലെങ്കിൽ അത് ഒരു ഉറങ്ങുന്ന അവസ്ഥയല്ല, നിങ്ങൾക്ക് എന്തോ പറ്റി എന്നുള്ളൊരു ധാരണയിൽ വണ്ടി തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് ലൈൻ കീപ്പ് അസിസ്റ്റ്, ഏത് ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പുറകിൽ വണ്ടി ഉണ്ടോയെന്നൊക്കെ നോക്കി വണ്ടി തന്നെ സ്റ്റിയറിങ് തിരിച്ച് സൈഡിലേക്ക് പോയി ഏറ്റവും ലാസ്റ്റ് ലൈനിൻ്റെ എക്സിറ്റിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് വണ്ടി തന്നെ പാർക്ക് ചെയ്യും. പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹോൺ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ച് ചുറ്റുമുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കും. അപ്പം അതൊക്കെയാണ് ലെവൽ 3 അഡാസ് എന്ന് പറയുന്നത്. ലെവൽ 3 ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമ്മൾ ഇന്ത്യയിൽ എത്തിയിട്ടില്ല, ലെവൽ 2 വരെ എത്തിയിട്ടുള്ളൂ. സോ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? എത്രമാത്രം സെൻസേഴ്സ്, എത്രമാത്രം ക്യാമറകൾ വേണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വളരെ തിരക്കുള്ള ഒരു ട്രാഫിക്കുള്ള ഒരു റോട്ടിൽ നിന്ന് ഒരു വണ്ടി ഇടതുഭാഗത്ത് നിന്ന് കംപ്ലീറ്റ്ലി വലതുഭാഗത്തേക്ക് എടുക്കണമെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യൻ റോഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രമാത്രം വാഹനങ്ങൾ പുറകിൽ വരുന്നുണ്ടാവും. അതൊക്കെ നോക്കി വളരെ പതിയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ ഒരു പ്രിസിഷനോട് കൂടി തന്നെ ഒരു വണ്ടിക്ക് ഈ ഒരു കാര്യം തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആണ്. അതൊക്കെയാണ് മൈക്രോ കൺട്രോളറിൻ്റെ അപ്ലിക്കേഷൻ്റെ ഒക്കെ ഒരു എക്സ്ട്രിമിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സെൻസേഴ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇ വിസ് എന്ന് പറയുന്നത് പ്യുവർലി മൈക്രോ കൺട്രോളറിൽ ഓടുന്ന വണ്ടികളാണ്. ഓക്കെ, ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൈക്രോ പ്രോസസ്സറും ബാറ്ററിയാണ്, വേറെ ഒന്നും അതിനകത്തില്ല. അപ്പം ഏത് സമയത്ത് എത്ര ബാറ്ററി എങ്ങനെ ഡ്രെയിൻ ആവുന്നു, ഓരോ സ്പോർട്ട് മോഡിലിടുമ്പം എത്ര പവർ കൊടുക്കണം, എത്ര വോൾട്ടേജ് മോട്ടറിലേക്ക് കൊടുക്കണം, എക്കണോമി മോഡ് ഇടുമ്പോൾ എത്ര വോൾട്ടേജ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മൈക്രോ കൺട്രോളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ എക്കോ മോഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഒരിക്കലും, ഇപ്പോൾ ഒരു കാറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 100-120 കിലോമീറ്റർ സ്പീഡിലൊന്നും എക്കോ മോഡിൽ ഒരിക്കലും ഒരു കമ്പനീൻ്റെയും വാഹനം ഓടിക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എക്കോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളിന് മനസ്സിലായി എക്കോ മോഡിൽ നിന്നൊരു ഇൻപുട്ട് വന്നു,
എക്കോ മോഡിൽ ഇൻപുട്ട് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ സോഫ്റ്റ്വെയറിൽ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്പീഡ് 40 മുകളിൽ കൂട്ടാൻ പാടില്ല. അപ്പം ഓടിക്കുന്ന ആൾ എത്ര ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചാലും മാക്സിമം സ്പീഡ് എത്ര വരെ പോകും? ഒരു 40 കിലോമീറ്റർ സ്പീഡ് വരെ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇലക്ട്രിക് വെഹിക്കിൾസിൽ. ഇലക്ട്രിക് വെഹിക്കിൾസും ഈ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ക്രൂയിസ് കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മുടെ വാഹനത്തിൻ്റെ മുമ്പിൽ വേറൊരു വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു ട്രാഫിക് ഒക്കെ ഉള്ളൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുമ്പിലത്തെ വാഹനം കുറച്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ നമ്മൾ മുമ്പോട്ട് നീക്കണം. ശരിയല്ലേ? ഇങ്ങനെ നമുക്ക് ചെയ്യണം. അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ADAS ഉള്ള സിസ്റ്റം ആണെങ്കിൽ ക്രൂയിസ് കൺട്രോളിൽ നമ്മൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മുമ്പിലത്തെ വാഹനം എത്ര ദൂരെയാണ് പോകുന്നത്, 2 മീറ്റർ മുമ്പിലാണ് പോകുന്നതെങ്കിൽ ആ 2 മീറ്റർ ഡിസ്റ്റൻസ് അകലം പാലിച്ചുകൊണ്ട് നമ്മളെ വണ്ടി തന്നെ മൂവ് ചെയ്തോളും. മുമ്പിലത്തെ വണ്ടി ബ്രേക്ക് പിടിച്ചാൽ നമ്മളെ വണ്ടിയും ബ്രേക്ക് പിടിക്കും. മുമ്പിലത്തെ വണ്ടി നീങ്ങി തുടങ്ങിയാൽ നമ്മളെ വണ്ടിയും നീങ്ങും. മുമ്പിലത്തെ വണ്ടി നല്ല സ്പീഡിൽ പോയാൽ നമ്മളെ വണ്ടിയും അത്യാവശ്യം സേഫ് ആണെങ്കിൽ നല്ല സ്പീഡിൽ പോകും. അതാണ് ഈ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത്. സാധാരണ ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനുവലി ആ ഒരു കാര്യം ചെയ്യുന്നത്. സോ ഇതാണ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ, അതായത് മെക്കാനിക്കൽ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളറിൻ്റെ ആപ്ലിക്കേഷൻ. ഇനി ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ നോക്കാം. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഇൻഡസ്ട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ നടക്കുന്നത്, എന്തെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ PLCs ഉണ്ട്, അതേപോലെ റോബോട്ടിക്സ് ഉണ്ട്, CNC മെഷീൻസ് ഉണ്ട്, പലതരത്തിലുള്ള മോണിറ്ററിങ് സിസ്റ്റംസ് ഉണ്ട്. ഇതൊക്കെ മൈക്രോ കൺട്രോൾ വെച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു കാറ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ ആ കാർ മാനുഫാക്ചറിങ് കമ്പനിയിൽ പല സെക്ഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞാനിങ്ങനെ പല സെക്ഷനായിട്ട്, ഇത് സെക്ഷൻ നമ്പർ 1, ഇത് സെക്ഷൻ നമ്പർ 2, സെക്ഷൻ നമ്പർ 3, സെക്ഷൻ നമ്പർ 4. അപ്പോൾ ഇത് ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻജിൻ ഉണ്ടാക്കുന്ന സ്ഥലമാണ്, രണ്ടാമത്തത് ബോഡി ഉണ്ടാക്കുന്ന സ്ഥലമാണ്, മൂന്നാമത്തത് ഇലക്ട്രിക്കൽ വയറിങ്ങുകൾ ചെയ്യുന്ന സ്ഥലമാണ്, അഞ്ചാമത്തത് പെയിൻ്റ് അടിക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെ പല പല ബ്ലോക്കുകൾ ഉണ്ടാവും. ഒരു വണ്ടി ഉണ്ടാക്കുന്ന വലിയൊരു കമ്പനി നോക്കുകയാണെങ്കിൽ വിശാലമായിട്ട് കിലോമീറ്റർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന ഒരു ഏരിയയിലാണ് ഇത്തരത്തിലുള്ള വലിയ ഫാക്ടറികളൊക്കെ തുടങ്ങുക. അപ്പോൾ സപ്പോസ് ഈ പെയിൻ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം തന്നെ നിങ്ങൾ നോക്കുക. ഈ പെയിൻ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പല തരത്തിലുള്ള പെയിൻറ്റുകൾ ഇങ്ങനെ പല സ്റ്റോറേജ് ടാങ്കുകളിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കണ്ടോ? അപ്പോൾ ഇതിൽ ഈ ഇപ്പോൾ റെഡ്, ബ്ലൂ, മെജന്ത, യെല്ലോ, ഗ്രീൻ എന്ന് പറഞ്ഞ് പല കളറുകൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിനനുസരിച്ച് ഈ കളറുകൾ തമ്മിൽ മിക്സ് ചെയ്താണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ കളർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം ഫ്യൂറി വൈറ്റ് എന്ന് പറഞ്ഞൊരു കളർ ഉണ്ടാക്കണം. ഓക്കെ, അല്ലെങ്കിൽ സൺലൈറ്റ് കോപ്പർ എന്ന് പറഞ്ഞൊരു കളർ നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോ. അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ ABCDE എന്നുള്ള ഈ പെയിൻറ്റുകൾ പല തരത്തിൽ പല റേഷ്യോയിൽ മിക്സ് ചെയ്താലാണ് നമുക്ക് ഒരു പെർട്ടിക്കുലർ കളർ ഉണ്ടാക്കുക. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മളെ പ്രൈമറി കളേഴ്സ് വെറും 3 കളേഴ്സേ ഉള്ളൂ. പക്ഷേ ആ 3 കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ബാക്കി 7 കളേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ശരിയല്ലേ? നമുക്കൊരു റെഡും ബ്ലൂ ഉണ്ടെങ്കിൽ നമുക്ക് അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് മറ്റൊരു കളറ്, അതിൻ്റെ റേഷ്യോ അനുസരിച്ച് നമുക്ക് ആ കളറിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ നമുക്ക് ഉണ്ടാക്കി മാറ്റാൻ പറ്റും. അപ്പം ഈ A എന്ന് പറയുന്ന മെറ്റീരിയൽ ഒരു പ്രത്യേക തരത്തിലുള്ള പെയിൻ്റ് ആയിരിക്കും. ആ പെയിൻറ്റ് ചിലപ്പം 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും അത് സ്റ്റോർ ചെയ്യേണ്ടത്. 100 ഡിഗ്രിയിൽ ടെമ്പറേച്ചർ താഴ്ന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നേക്കാം ആ പെയിൻറ്റിൻ്റെ ക്വാളിറ്റിക്ക്. B എന്ന് പറയുന്ന പെയിൻറ്റ് ചിലപ്പോൾ 70 ഡിഗ്രിയിലായിരിക്കും പ്രിസർവ് ചെയ്യേണ്ടത്. C എന്ന് പറയുന്നത് ചിലപ്പം കോൾഡ് കണ്ടീഷനിൽ 10 ഡിഗ്രിയിലായിരിക്കും കീപ്പ് ചെയ്യേണ്ടത്. അതുപോലെ Dയും Eയും കീപ്പ് ചെയ്യേണ്ട പ്രഷർ എന്ന് പറയുന്നത് വളരെ ലോ പ്രഷറിലായിരിക്കണം. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ടാവും ഈവൻ ഒരു പെയിൻറ്റ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ വരെ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എയ്ക്കകത്തൊരു ടെമ്പറേച്ചർ സെൻസറും പ്രഷർ സെൻസറും വെക്കും. ബിക്കകത്തും ഡിക്കകത്തും സിക്കകത്തും ഇക്കകത്തും ഒക്കെ നമ്മൾ ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും സെൻസറുകൾ വയ്ക്കുന്നു. അപ്പോൾ ഈ സെൻസറിൻ്റെ കംപ്ലീറ്റ് വയർ കണക്ഷൻസ് എങ്ങോട്ടാണ് പോകുന്നത്? ഇത് കംപ്ലീറ്റ് ഇങ്ങനെ പോകുന്നത് ഒരൊറ്റ കൺട്രോൾ സെൻറ്ററിലേക്കാണ്. കണ്ടോ? ഈ കൺട്രോൾ സെൻറ്ററിലേക്കാണ് ഈ സാധനം മുഴുവൻ പോകുന്നത്. അപ്പോൾ കൺട്രോൾ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു മുറിയാണ്. ഇറ്റ്സ് എ ബിഗ് റൂം. ആ റൂമിനുള്ള ഫുള്ള് ഡിസ്പ്ലേ ആയിരിക്കും, 4 ചുറ്റും ഡിസ്പ്ലേ ആയിരിക്കും. ഇവിടെ ഇതിൻ്റെ നടുക്കാണ് ഒരു കൺട്രോൾ എഞ്ചിനീയർ ഇരിക്കുക. അപ്പോൾ ആ എഞ്ചിനീയർക്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്പ്ലേയിൽ ഇവിടെ ആക്ച്വലി ഈ ഓരോ സെൻസറുകളുടെയും റീഡിങ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പെയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് എൻജിൻ ഉണ്ടാക്കുന്ന സ്ഥലത്താണെങ്കിലും ഇലക്ട്രിക്കൽ കണക്ഷൻ ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ബോഡി ഉണ്ടാക്കുന്ന സ്ഥലത്താണെങ്കിലും 1000 കണക്കിന് സെൻസറുകൾ എന്ത് ചെയ്യേണ്ടി വരും?
നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സെൻസറിൻ്റെ ഒക്കെ ഔട്ട്പുട്ട് നമുക്ക് ഈ കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ഒരൊറ്റ എഞ്ചിനീയർക്ക് അയാളുടെ സ്ക്രീനിൽ ഡിസ്പ്ലേയിൽ കിട്ടുകയാണ്. സോ ജസ്റ്റ് അത് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് തലതിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണോ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഈ ഒരു കൺട്രോൾ എഞ്ചിനീയർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇത് മുഴുവൻ ആക്ച്വലി പോകുന്നത് ഈസ് ആക്ച്വലി ഇൻ ടു എ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രോസർ. അപ്പോൾ ഈ മൈക്രോ പ്രോസർ ഇതൊക്കെ പ്രോസസ്സ് ചെയ്ത് ഇൻപുട്ടുകളൊക്കെ എടുത്തിട്ടാണ് ഈ ഔട്ട്പുട്ട് ഡിസ്പ്ലേയിൽ ആർക്ക് കാണിച്ചു കൊടുക്കുന്നത്? എഞ്ചിനീയർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ആക്ച്വലി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സബ്സിഡറി ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റ് അതിനുകൂടെ അഡീഷണലായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഈ PLC, അതേപോലെ തന്നെ CNC മെഷീൻ, മോണിറ്ററിങ് സെറ്റപ്പ്, അതായത് ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ വയർലെസ് ആയിട്ട് നമുക്ക് മൊബൈൽ പോലത്തെ എക്യുപ്മെൻറ്റിലൊക്കെ, മൊബൈൽ പോലെ ഒരു സാധനം സാധാരണ എഞ്ചിനീയേഴ്സിന് കൊടുക്കാറുണ്ട്. ദാറ്റ്സ് കോൾഡ് PDA, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ്. അപ്പോൾ അതിനകത്തേക്ക് എന്തെങ്കിലും അബ്നോർമലായിട്ടുള്ള റീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫോണിലേക്ക് വരുന്ന പോലെ അത് മെസ്സേജ് ആ ഒരു PDAയിലേക്ക് വരും. PDA എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഡിവൈസ് ആയിരിക്കും കേട്ടോ. അത് എഞ്ചിനീയർമാരെപ്പോഴും ബെൽറ്റിൽ ഇങ്ങനെ ക്ലിപ്പിൽ തൂക്കിയിട്ടിരിക്കും കൊണ്ട് നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ സത്യം പറഞ്ഞാൽ മൈക്രോ കൺട്രോൾ ഇല്ലാതെ ഒന്നും നടക്കില്ല. ഒരു ഇൻഡസ്ട്രിയും വർക്കില്ല. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഇരുമ്പ് ഉരുക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ കൂടി ഇരുമ്പ് എത്ര ക്വാണ്ടിറ്റി വന്നു, വെയിറ്റ് അളക്കുന്ന സെൻസർ വേണം. ഓക്കെ, എത്ര ഡിഗ്രിയിലാണ് ഇത് ഉരുക്കേണ്ടത്? 1800 ഡിഗ്രി, 1800 ഡിഗ്രി ആയോ, 1800 ഡിഗ്രിയിൽ കുറവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അളക്കാൻ ഒരു ടെമ്പറേച്ചർ സെൻസർ. ഇരുമ്പ് ഉരുകി എത്ര ക്വാണ്ടിറ്റിയാണ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഫ്ലൂയിഡായിട്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലോ റേറ്റ് അളക്കാൻ ഫ്ലോ സെൻസർ വേണം, എത്ര സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എന്ത് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ കാര്യങ്ങൾ, ഈ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ബേസിക്കലി എന്തൊക്കെയാണ്, ടെമ്പറേച്ചർ, പ്രഷർ, ഫ്ലോ, ലെവൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അളക്കേണ്ടി വരും. അളന്ന് മാത്രമേ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ അളക്കുന്ന കാര്യങ്ങളൊക്കെ നേരെ മൈക്രോ കൺട്രോളിലേക്കാണ് വരിക. മൈക്രോ കൺട്രോളർ ഈ അതിന് കിട്ടിയ ഇൻഫർമേഷനൊക്കെ അതെന്ത് ചെയ്യും? അത് അനലൈസ് ചെയ്ത് അതിനോട് എന്താണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ കാര്യം അത് ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഓക്കെ, സോ അതാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഹോം ഓട്ടോമേഷനിൽ മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ, ഇപ്പം നമ്മളെ വീട്ടിൽ നമ്മളെ ഫ്രണ്ടിലെ ഡോറ് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തുറക്കണം. ഓക്കെ, അങ്ങനെ ഒരു സാധനം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഒരു മൈക്രോ കൺട്രോളർ വാങ്ങിയാൽ മതി. മൈക്രോ കൺട്രോളർ വാങ്ങി നമ്മളെ ഡോറിലേക്ക് നമ്മളൊരു സെൻസർ കൊടുക്കണം. അത് PIR എന്ന് പറഞ്ഞൊരു സെൻസർ നമ്മൾ കൊടുക്കുക. PIR, പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ. 100 രൂപയെ അതിന് വിലയുള്ളൂ. അപ്പോൾ ആ സെൻസർ വാങ്ങി നിങ്ങളിപ്പോൾ ഒരു മൈക്രോ കൺട്രോളർ നിങ്ങൾ വാങ്ങി, ഒരു 8085, നമ്മൾ പഠിക്കുന്ന 8085 വാങ്ങി നിങ്ങളത് പ്രോഗ്രാം ചെയ്തു. ഓക്കെ, C പ്രോഗ്രാം വഴി നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് നേരെ നിങ്ങൾ ഒരു മോട്ടറിലേക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സെൻസർ അത് ഡിറ്റക്റ്റ് ചെയ്യും. നിങ്ങൾ വന്നു എന്നുള്ള കാര്യം മൈക്രോ കൺട്രോളറിനെ അറിയിക്കും. വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ പ്രോഗ്രാം ചെയ്യണം. ഇത് PIR എന്ന് പറയുന്ന സെൻസറിൽ നിന്ന് ഒരു വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടറിനെ കറക്കുക, അതാണ് നിൻ്റെ ജോലി എന്നുള്ളത് നമ്മൾ പ്രോഗ്രാം വഴി ആദ്യം എന്ത് ചെയ്യണം? 8085 പ്രോഗ്രാം ചെയ്ത് വെക്കണം. അപ്പോൾ അത് വായിച്ചു നോക്കി ആ മോട്ടറിനെ തിരിക്കും. ഈ മോട്ടർ നമ്മൾ ഡോറിൽ വെക്കുകയാണെങ്കിൽ മോട്ടർ തിരിയുന്നതിൻ്റെ കൂടെ ഡോറും കൂടി തിരിയും. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോറ് തുറക്കുന്ന സാധനം നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ഒരു ഹോം ഓട്ടോമേഷൻ്റെ ഭാഗമാണ്. ഇതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ആക്ച്വലി ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ MRI, CT സ്കാന്, ഈ പറഞ്ഞ പോലെ വിയറബിൾ ഡിവൈസസ്, സ്മാർട്ട് വാച്ചസ്, പേഷ്യൻ്റ് മോണിറ്ററിങ് സിസ്റ്റം, ഇൻഫ്യൂഷൻ പമ്പ്, വെന്റിലേറ്റേഴ്സ്, ഇതൊക്കെ ശരിക്കും വർക്ക് ചെയ്യുന്നത് എന്തിലൂടെയാണ്? മൈക്രോ കൺട്രോളിലൂടെയാണ്. അപ്പം മെഡിക്കൽ സെറ്റപ്പിന് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ, നമുക്ക് ഇൻഫ്യൂഷൻ പമ്പ് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് ഇൻഫ്യൂഷൻ പമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞാൽ, സാധാരണ ഇപ്പം നിങ്ങൾ ഒരു പനിയായിട്ട് പോയി കഴിഞ്ഞാൽ, ഒരു പക്ഷേ പനി ഭയങ്കര കൂടുതലാണെങ്കിൽ ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ പറയും, അല്ലേ? യെസ്. അപ്പം നമ്മൾ ഇഞ്ചക്ഷൻ റൂമിലേക്ക് നമ്മൾ പോകുന്നു. നേഴ്സ് അത് ഒരു പർട്ടിക്കുലർ പനി കുറയാനുള്ള മരുന്ന് ആ ഒരു സിറിഞ്ചിലേക്ക് ലോഡ് ചെയ്ത് നമുക്ക് ഒരു ഇഞ്ചക്ഷൻ തരുന്നു. എത്ര നേരം വേണം ശരിക്കും പറഞ്ഞാൽ നേഴ്സിന് ഒരു ഇഞ്ചക്ഷൻ നിങ്ങൾക്ക് തരാൻ? എനിക്ക് തോന്നുന്നു ഒരു 2-3 സെക്കൻഡ് പോട്ടെ, മാക്സിമം പോയ ഒരു 5 സെക്കൻഡ്. എനിക്ക് തോന്നുന്നു ഒരു 5 സെക്കൻഡ് ഉണ്ടൊക്കെ ഒരു ഇഞ്ചക്ഷൻ്റെ പ്രോസസ്സ് കഴിയും. ശരിയല്ലേ? ചിലപ്പോൾ അതിലും മുമ്പ് കഴിഞ്ഞു വരും. പക്ഷെ ചില അസുഖങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹാർട്ട് അല്ലെങ്കിൽ നമ്മളെ EG, നമ്മളെ ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ,
അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ചില ഇഞ്ചക്ഷൻസ് ഉണ്ട്. ആ ഇഞ്ചക്ഷൻസ് 20 മണിക്കൂർ കൊണ്ടും 40 മണിക്കൂർ കൊണ്ടൊക്കെ ആയിരിക്കും ആ ഇഞ്ചക്ഷൻ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ബോഡീൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത്. കാര്യം ഇത്ര ക്വാണ്ടിറ്റിയേ ഉള്ളൂ മരുന്ന്. സാധാരണ നമ്മളെ നേഴ്സ് ഇഞ്ചക്ഷൻ വെക്കുന്ന ആ ഒരു സിറിഞ്ചിൻ്റെ ഉള്ളിൽ എത്ര ക്വാണ്ടിറ്റി മരുന്നുണ്ടാവും? അത്രയും ക്വാണ്ടിറ്റി മരുന്ന് തന്നെ എന്തിലും ഉള്ളൂ, ഈ ഒരു ഇഞ്ചക്ഷനുള്ളൂ. പക്ഷേ പ്രശ്നം എന്താ, അത് 20 മണിക്കൂർ കൊണ്ടാണ് കയറാൻ പാടുള്ളൂ. 20 മണിക്കൂർ കൊണ്ട് മാത്രമേ അത് ഫുൾ ഡോസ് നമ്മുടെ ബോഡിയിൽ കയറാൻ പാടുള്ളൂ. അത് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ പതിയെ 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 ഗ്രാജുവലായിട്ട് കറക്റ്റായിട്ട് കയറ്റാൻ പറ്റുമോ? 20 മണിക്കൂർ ഇഞ്ചക്ഷൻ സിറിഞ്ച് പിടിച്ചൊരു നേഴ്സിന് അത് പുഷ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പുഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻഫ്യൂഷൻ പമ്പ് പോലത്തെ ചില സിറിഞ്ചുകൾ. അപ്പം മരുന്ന് എന്ത് ചെയ്യുന്നത്, മരുന്ന് ഈ പറഞ്ഞ പോലെ ഈ ഒരു പമ്പിലേക്ക് നമ്മൾ കൊടുക്കും. ഈ പമ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻ്റെ കയ്യിലേക്ക് ഒരു സിറിഞ്ചായിട്ട് കുത്തിവയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പമ്പ് എന്ത് ചെയ്തോളും, ഈ പമ്പ് പതിയെ 20 മണിക്കൂർ 20 ഹവർ ടൈം കൊണ്ട് ഒരു 10 ml മില്ലി മരുന്ന് നമ്മളെ കയ്യിലേക്ക് ഇഞ്ചെക്ട് ചെയ്തോളും, വളരെ പതിയെ. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഉള്ളൊരു മൈക്രോ കൺട്രോളർ വേണം. ആ മൈക്രോ കൺട്രോളറിനോട് നിങ്ങൾ പറയണം എന്ത് സ്പീഡിലാണ് ഇത് കയറ്റേണ്ടതെന്ന്. അപ്പോൾ ഈ ഒരു കണക്ഷൻ കൊടുത്ത ശേഷം നമ്മൾ ഇതിനകത്തൊരു കീപാഡ് ഉണ്ടാവും, നമ്പർ പാഡ് ഉണ്ടാവും. ആ നമ്പർ പാഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്ര മണിക്കൂർ കൊണ്ടാണ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പമ്പ് പതിയെ നമ്മളെ ബോഡിയിലേക്ക് ഇഞ്ചക്ഷൻ കയറ്റുന്ന പ്രോസസ്സ് തുടങ്ങായി. ഓക്കെ, അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ ആർക്കേ പറ്റൂ, ഒരു മൈക്രോ കൺട്രോളിനെ പറ്റൂ. വളരെ പതിയെ ഒരു മോട്ടർ തിരിച്ചുകൊണ്ട് ഒരു പിസ്റ്റണിൻ്റെ പതിയെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് 20 മണിക്കൂർ കൊണ്ട് ഇത്ര ദൂരം 5 സെൻറ്റിമീറ്റർ മൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അതൊരിക്കലും നമ്മൾ മനുഷ്യനെ കൊണ്ട് പറ്റില്ല. പിന്നെ എന്താ പറയുക, പേഷ്യൻ്റ് മോണിറ്ററിങ് സിസ്റ്റം, ഇപ്പോൾ ECG ഒക്കെ. അപ്പോൾ ഒരാൾക്കൊരു ഹാർട്ടിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് അയാളുടെ ECG ഡിസ്പ്ലേയിൽ എടുത്തിടും അല്ലേ, ഒരു ഡിസ്പ്ലേയിലേക്ക് എടുത്ത് അയാൾ കിടക്കുന്ന ഒരു പേഷ്യൻ്റ് കിടക്കുന്ന റൂമിൽ ICUവിലാണെങ്കിൽ ICUവിൽ അയാളുടെ തലേൻ്റെ നേരെ മുകളിൽ ആ ECGൻ്റെ പാറ്റേൺ ഇങ്ങനെ പോകുന്നത് കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു പാറ്റേണിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡിവൈസ് അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു 12 മണിക്കൂർ സമയം എപ്പോഴും നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? ഒരു ചെറിയ വേരിയേഷൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയം വരുന്നവരെ നമുക്ക് ശരിക്കും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനറിയാം ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ECGൻ്റെ കോപ്പി നമുക്കൊരു മൈക്രോ കൺട്രോളർ വെച്ച് ആ ECG സിഗ്നലിനെ നമുക്ക് വൈഫൈ വഴി നമ്മളെ ഫോണിലേക്ക് അയക്കാൻ പറ്റും. ഒരു മൈക്രോ കൺട്രോളറിൽ വെച്ചിട്ടുള്ള ഒരു ഡിവൈസ്, ഒരു ഓട്ടോമാറ്റിക് ECG IoT ഡിവൈസ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഡോക്ടർക്ക് വീട്ടിലിരുന്നാൽ മതി, ഈ പേഷ്യൻറ്റിൻ്റെ ECGയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ ഫോണിലേക്ക് തന്നെ മെസ്സേജ് വന്നോളും. സോ ദാറ്റ്സ് വാട്ട് വി ഹാവ് ടു ഡു വിത്ത് മെഡിക്കൽ. ഇനി ഇതേപോലെ തന്നെ ലാസ്റ്റ് അല്ല, എയറോസ്പേസ് ആൻഡ് ഡിഫൻസ്. അപ്പോൾ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ഞാൻ പറയുന്നേ ഇല്ല, കാരണം ഈ എയറോസ്പേസ് വെച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചത് അല്ലേ. യെസ്, അപ്പം ആ ഒരു സെക്ഷൻ ഇനി കൂടുതൽ പറയുന്നില്ല, കാരണം നമ്മൾ എയറോസ്പേസിനെ പറ്റി കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പം സർവേലൻസിലും അതേപോലെ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റംസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ഇതൊക്കെ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളതാണ്. ഇനി നമുക്ക് ഔട്ടർ സ്പേസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടുന്ന് നമ്മൾ പറയുന്ന കമാൻഡ് അനുസരിച്ചിട്ടാണ് 3 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രയാൻ 2 ഓടിയത് അല്ലേ. അപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്ന സെൻസറുകളുടെ ഇൻപുട്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആക്ച്വേറ്ററിൻ്റെ എന്താ പറയുക, ജോയിസ്റ്റിക്കിൻ്റെ പോലെ ഇൻപുട്ട് ഡിവൈസസിൻ്റെ ഇൻപുട്ട് അത്രയും ദൂരം നമ്മൾ സഞ്ചരിപ്പിച്ച് അവിടെ എത്തി അവിടെയുള്ള ആ റോവറിൻ്റെ മൈക്രോ കൺട്രോളറാണ് ആ കാര്യങ്ങൾ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിയാൻ വേണ്ടി ജോയിസ്റ്റിക്ക് തിരിക്കുമ്പം ഇത്രയും ഡിസ്റ്റൻസ് ആ ഒരു ഇൻഫർമേഷൻ പോയി ആ ഒരു മൈക്രോ റോവറിലുള്ള ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ള റോവറിൻ്റെ മൈക്രോ കൺട്രോൾ അതിനനുസരിച്ച് അതിൻ്റെ വീല് ലെഫ്റ്റിലേക്ക് തിരിയണം. അപ്പം അതാണ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇനി ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം കേൾക്കുമ്പോൾ നമുക്ക് എൻജിനീയറിങ് നമ്മളുടെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധമൊന്നും തോന്നുന്നില്ലെങ്കിലും നോക്കുക, ഇതിനകത്തുള്ള ATMs, അതേപോലെ തന്നെ POS ടെർമിനൽസ്, സെക്യൂരിറ്റി സിസ്റ്റംസ്, ഇതൊക്കെ ശരിക്കും മൈക്രോ കൺട്രോളറാണ് അല്ലേ. ഇപ്പം നമ്മൾ ബയോമെട്രിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരാളുടെ കൈ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ കയ്യിലെ പാറ്റേണൊക്കെ കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്ത്
അത് മൈക്രോ കൺട്രോളറിന് ഓൾറെഡി കൊടുത്തിട്ടുള്ള ഒരു ഡാറ്റാബേസുമായി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരുടെ ഫിംഗർ പ്രിൻ്റാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടുകയാണ്, ഇത് ഇന്ന ആളുടെ ആണെന്ന് മനസ്സിലാക്കുകയാണ്. അതിലൊക്കെ നമ്മൾ മൈക്രോ കൺട്രോൾ ഉപയോഗിക്കുന്നു. ATM നിങ്ങൾക്കറിയാം, ATM മെഷീൻ ആക്ച്വലി ക്യാഷ് കൗണ്ട് ചെയ്യുന്നതും വെയിറ്റ് വെച്ചിട്ടും ഡെൻസിറ്റി വെച്ചും തിക്നെസ് വെച്ചിട്ടൊക്കെയാണ് അത് പല നോട്ടുകളൊക്കെ തിരിച്ചറിയുന്നത് അല്ലേ. അപ്പോൾ ഈ വെയിറ്റ് അളക്കാൻ വേണ്ടിയിട്ടും തിക്നെസ് അളക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ 100 രൂപേൻ്റെ തിക്നെസ്സും നീളവും വീതിയല്ല 500 രൂപയ്ക്കുള്ളത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ സെൻസറുകളാണ് ക്യാപ്ചർ ചെയ്യുന്നത്. സെൻസർ ക്യാപ്ചർ ചെയ്ത് മൈക്രോ കൺട്രോളറിന് കൊടുക്കുന്നു. ഇപ്പോൾ 5000 രൂപ വേണമെന്നാണ് നമ്മൾ ATMന് കൊടുക്കുന്ന ഇൻപുട്ടെങ്കിൽ 5000 രൂപയാണെങ്കിൽ 10 500 രൂപേൻ്റെ നോട്ടാണ്. 10 500 രൂപേൻ്റെ നോട്ട് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ 10 എണ്ണം എന്നുള്ളത് മൈക്രോ കൺട്രോളർ കമാൻഡ് ചെയ്ത് ഇത്ര വിഡ്ത്തിലും ഇത്ര സൈസിലുള്ള 500 രൂപേൻ്റെ ഇൻഡിവിജ്വൽ നോട്ട് പിക്ക് ചെയ്യുന്നതൊക്കെ ATMനുള്ളിലുള്ള മൈക്രോ കൺട്രോളറാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റംസ്. പിന്നെ ടെലികമ്മ്യൂണിക്കേഷനാണ്. ടെലികമ്മ്യൂണിക്കേഷനിൽ റൂട്ടേഴ്സ്, മോഡം, അതേപോലെ മൊബൈൽ ബേസ് സ്റ്റേഷൻസ്, നമ്മളുടെ ടവറുകൾ, അതുപോലെ ഹബ്ബ്, സ്വിച്ച്, നമ്മൾ വൈഫൈ റൂട്ടർ തൊട്ട് എല്ലാ കാര്യങ്ങളും മൈക്രോ കൺട്രോൾ ബേസ്ഡ് ആണ്. ഓക്കെ, അതായത് ഇപ്പം മോഡത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള സിഗ്നൽ കൺവേർഷൻസ് നടക്കുന്നുണ്ട് അല്ലേ. മോഡുലേഷൻ, ഡിമോഡുലേഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് മോഡം. അപ്പോൾ ഇൻ്റർനെറ്റ് എങ്ങനെ മോഡത്തിലേക്ക് വരുന്നു, അത് എങ്ങനെയാണ് സിഗ്നൽസ് മാറി കൺവേർട്ട് ചെയ്ത് നമ്മളുടെ ലാപ്ടോപ്പിലേക്കും അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പിലേക്കൊക്കെ എത്തുന്നത് ഒക്കെ മൈക്രോ കൺട്രോളറാണ് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വലിയ മൊബൈൽ ബേസ് സ്റ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മളുടെ സെൽഫോൺ ഇമ്മീഡിയറ്റ്ലി ഒരു ടവറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മളൊരാളെ വിളിക്കുകയാണെങ്കിൽ ആ ടവറിൽ നിന്ന് നമ്മൾ ആരെയാണ് വിളിക്കുന്നത്, അയാൾ ഏത് ടവറിൻ്റെ പരിധിയിലാണോ ആ ടവറിലേക്ക് എത്തുന്നു. ആ ടവറിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന ആളുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻഫർമേഷൻ പോകുന്നു. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം ഫ്ലോ ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഏത് ഫ്രീക്വൻസിയിലുള്ള എന്ത് ടൈപ്പ് സിഗ്നൽ എവിടെ വരുന്നു, അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഇതൊക്കെ മൈക്രോ കൺട്രോളറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായി ഉണ്ടോ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞ ഒരു മൈക്രോ കൺട്രോളർ ഉണ്ട്. ഒരു മൈക്രോ കൺട്രോളർ ഇല്ലാതെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അബ്സല്യൂട്ട്ലി ഇമ്പോസിബിൾ ആണ്. കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ എന്താ പറയുക സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം എയർക്രാഫ്റ്റിലൊക്കെ നിങ്ങൾ ഓട്ടോ പൈലറ്റ് സിസ്റ്റം കേട്ടിട്ടുണ്ടാവും. ഓട്ടോ പൈലറ്റ്, അതായത് പൈലറ്റ് കയറിയിരുന്ന് ഇത്ര ഹൈറ്റിലേക്ക് വിമാനം എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ പൈലറ്റിലിടാം. ഇപ്പോൾ ഈ ഓട്ടോ പൈലറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ വിമാനം ഇപ്പം ലണ്ടനിൽ നിന്ന് എന്താ പറയുക കസാക്കിസ്ഥാനിലേക്ക് പോകുന്നൊരു വിമാനമാണെങ്കിൽ ഇത് ലണ്ടനിൽ നിന്ന് കസാക്കിസ്ഥാനിലേക്ക് പോകുന്ന വഴിക്ക് എത്ര ഹൈറ്റിൽ എവിടെയൊക്കെ ഏത് ഹൈറ്റിൽ പറക്കണം, ഏത് സ്ഥലമെത്തുമ്പോൾ ഹൈറ്റ് കൂട്ടണം, ഏത് സ്ഥലമെത്തുമ്പോൾ എത്ര ഡിഗ്രി തിരിയണം, ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രോഗ്രാം വഴി നമ്മൾ ഫ്ലൈറ്റ് കമ്പ്യൂട്ടറിൽ ആദ്യം എന്ത് ചെയ്യണം, ചാർട്ട് ചെയ്യണം. ആ ചാർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഓട്ടോ പൈലറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പം സെയിം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ പൈലറ്റ് അതിൻ്റെ റൂട്ട് മാപ്പ് ഈ ഒരു മൈക്രോ കൺട്രോളറിന് കൊടുക്കുകയാണ്. മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യുന്നു, വിമാനത്തിൽ പല സ്ഥലത്ത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള 100 കണക്കിന് സെൻസറുകളുടെ ഡാറ്റ ഇൻപുട്ട് എടുത്ത ശേഷം അതിനനുസരിച്ച് അതിൻ്റെ എന്താ പറയുക പൊസിഷൻ മാറ്റുന്നു, ഹൈറ്റ് മാറ്റുന്നു, സ്പീഡ് മാറ്റുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഓട്ടോ പൈലറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ്, ഏറ്റവും ഹയസ്റ്റ് എന്താ പറയുക കോംപ്ലക്സിറ്റിയിലുള്ള മൈക്രോ കൺട്രോളർ ഒരു ആപ്ലിക്കേഷനാണെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, യെസ്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ മേജർ മാനുഫാക്ചേഴ്സിനെ പറ്റിയും അതേപോലെ തന്നെ ചെറിയ ഹിസ്റ്ററി ഒക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പതിയെ ഇതിൻ്റെ ആർക്കിടെക്ചറിലേക്ക് കടക്കും. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സാധനം എന്നുള്ളത്, നമ്മൾ എന്താണ് ഈ 4 യൂണിറ്റ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തിനെ പറ്റി ഇപ്പോൾ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഈ ഒരു സബ്ജക്റ്റിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജനറലി ഇപ്പോൾ നിങ്ങൾ സീനിയേഴ്സിൻ്റെ ഒക്കെ അടുത്തൊരു ഫീഡ്ബാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വായിച്ചാൽ മനസ്സിലാവാത്തൊരു സബ്ജക്റ്റ് ആണെന്നുള്ള രീതിയിലുള്ളൊരു ഫീഡ്ബാക്കാണ് നിങ്ങൾക്ക് കിട്ടുക. അതൊന്നും നിങ്ങൾ അന്വേഷിക്കാനും കേൾക്കാനും പോകണ്ട. അത് അവർ പഠിക്കേണ്ട രീതിയിൽ പഠിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മളിത് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ടോപ്പിക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതും നമ്മളുടെ പുറത്തുള്ള നമുക്ക് ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങൾ വെച്ചാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. സോ ഒരിക്കലും മനസ്സിലാവാത്തൊരു ഇഷ്യൂ വരികയില്ല. എത്രമാത്രം നിങ്ങൾ ഇതിനകത്ത് ഇൻട്രസ്റ്റ് എടുക്കുന്നു, എത്രമാത്രം ഫർദർ റിസർച്ച് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഇതിലെ ഗ്രേഡ്. നിങ്ങൾ പാസ്സാവുന്ന കാര്യം അവിടെ മാറ്റി വെച്ച് നോക്കും. പാസ്സാകും, പക്ഷേ ഗ്രേഡ് അഗെയിൻ
ഏത് ഹയസ്റ്റ് ഗ്രേഡിലേക്ക് പോകുന്നുള്ളത് നിങ്ങളുടെ സെൽഫ് എഫേർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, കാരണം എനിക്കിവിടെ ഒരു 10 മണിക്കൂറാണ് ഒരു യൂണിറ്റിന് തന്നിട്ടുള്ളത്. അപ്പോൾ 10 മണിക്കൂർ കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. 500 മണിക്കൂർ എനിക്ക് തന്നിരുന്നെങ്കിൽ നിങ്ങൾ ഒരാൾ പോലും തോക്കാതെ അത് പഠിപ്പിക്കാൻ എനിക്കറിയാം. ഓക്കെ, അപ്പം ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം, മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. എന്നിട്ട് ഒരു സ്വന്തം കഴിയുന്ന ഒരു കോൺട്രിബ്യൂഷൻ കൂടി വേണം. ഇന്നിപ്പം ഗൂഗിളും യൂട്യൂബൊക്കെ ഉള്ള സ്ഥിതിക്ക് ഈസിയാണ്. അപ്പോൾ എവിടെ പോയി നോക്കണം ഇത് പഠിക്കാൻ എന്നുള്ളതും കൂടി നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഗെയിൻ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും, കാരണം നമ്മൾ പുതിയൊരു കാര്യമാണ് പഠിക്കുന്നത്. മാത്രമല്ല ഇന്ന് ഞാൻ സംസാരിച്ച കാര്യങ്ങളൊന്നും പൂർണ്ണതയിലേക്ക് എത്തിച്ചിട്ടില്ല. അതായത് കംപ്ലീറ്റ്ലി തുടക്കം തൊട്ട് അവസാനം വരെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഭാഗികമായിട്ട് അവിടുന്ന് ഇവിടുന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കണക്ടിവിറ്റീൻ്റെ ഇഷ്യൂ തോന്നും. സാറ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് 100% എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ വന്നേക്കാം. അത് കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവുക. കാരണം അത്രയും കണ്ടൻറ്റേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഒരു എയർക്രാഫ്റ്റ് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല അല്ലേ. അപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് മാത്രം അത് ശ്രദ്ധിച്ചാൽ മതി. സോ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പറഞ്ഞ സെക്ഷനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, യെസ്. സോ താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.